ഹായ് എവരിവൺ, ഐ2ടെൻ്റെ മറ്റൊരു സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ 3 സെക്ഷനിലായിട്ടും കഴിഞ്ഞ 3 പാർട്ടിലായിട്ട് നമ്മൾ 2015 UPSC PYQs അതായത് സിവിൽ സർവീസ് എക്സാമിനേഷൻ്റെ PYQs ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ 75 ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ബാക്കി 25 ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 76ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. With reference to an organization known as BirdLife International, which of the following statement is or are correct? First statement എന്താണ്? It is a global partnership of conservation organizations. Second statement, the concept of biodiversity hotspots originated from this organization. Then third one, it identifies the sites known or referred to as important bird and biodiversity areas. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് റൈറ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? എ 1 only, ബി 2 and 3 only, സി 1 and 3 only, ആൻഡ് ഡി 1, 2 and 3. അപ്പോൾ ഏതാണ് ഇതിൽ കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് ക്വസ്റ്റ്യൻ. വിത്ത് റെഫറൻസ് ടു ആൻ ഓർഗനൈസേഷൻ നോൺ ആസ് ബേർഡ് ലൈഫ് ഇൻ്റർനാഷണൽ. ഓക്കെ, സോ ബേർഡ് ലൈഫ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനെ പറ്റിയാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഇറ്റ് ഈസ് എ ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഓഫ് കൺസർവേഷൻ ഓർഗനൈസേഷൻ. ഓക്കെ, മോസ്റ്റ്ലി ശരിയാവാനുള്ള ഒരു ചാൻസ് കൂടുതലാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. കാരണം എന്താണ്, ഒരു ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ആയിരിക്കും. ഓക്കെ, ആൻഡ് ഓൾസോ കാരണം ബേർഡ് ലൈഫ് ഇൻ്റർനാഷണൽ എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്തായാലും ഒരു ഗ്ലോബലി ഉള്ളൊരു ഓർഗനൈസേഷൻ ആണ്. സോ ഇറ്റ്സ് എ ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഓഫ് കൺസർവേഷൻ ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ശരിയാണ് ഇതിൽ. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, ദ കോൺസെപ്റ്റ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് ഒറിജിനേറ്റഡ് ഫ്രം ദിസ് ഓർഗനൈസേഷൻ. ഓക്കെ, ദ കോൺസെപ്റ്റ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ഇതിൽ നിന്നാണ് എന്ത് ഒറിജിനേറ്റ് ആയതെന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഓക്കെ, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം ഇത് നോർമാൻ മേയേഴ്സ് 1988 ഓക്കെ, നോർമാൻ മേയേഴ്സ് 1988 ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കൺസെപ്റ്റാണ്. ഓക്കെ, ഈ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്നത്. ഓക്കെ, അത് ഈ ബേർഡ് ലൈഫ് ഇൻ്റർനാഷണലിൽ ഒറിജിനേറ്റ് ആയതല്ല. ഓക്കെ, സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷൻസ് രണ്ട് എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ എന്തായാലും ഉണ്ടോ നമ്മൾ പറഞ്ഞു. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, ഇറ്റ് ഐഡൻറ്റിഫൈസ് ദ സൈറ്റ്സ് നോൺ ഓർ റെഫേർഡ് ടു ആസ് ഇമ്പോർട്ടൻറ്റ് ബേർഡ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി ഏരിയാസ്. ഓക്കെ, നോർമലി ബേർഡ് ലൈഫ് ഇൻ്റർനാഷണൽ ആണ്, അതുകൊണ്ട് തന്നെ എന്താണ് ഇമ്പോർട്ടൻറ്റ് ബേർഡ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി ഏരിയാസിനെ അത് റെഫർ ചെയ്യുന്നു. ഓക്കെ, സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി 1 and 3 only ആണ്. ഓക്കെ, സോ അതാണ് 76ാമത്തെ ക്വസ്റ്റ്യൻ, ബേർഡ് ലൈഫ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്നത്. അപ്പോൾ 77ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. Which one of the following countries of Southwest Asia does not open out to the Mediterranean Sea? ഓക്കെ, അതായത് ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കൺട്രിയാണ് ചോദിച്ചത്. മെഡിറ്ററേനിയൻ സീയിലോട്ട് ഓപ്പൺ ആവാത്ത കൺട്രി എന്നാണ് ചോദിച്ചത് സൗത്ത് വെസ്റ്റ് ഏഷ്യയിൽ. നമുക്ക് ഈ മാപ്പ് നോക്കുമ്പോൾ തന്നെ ആൻസർ അതിലുണ്ട്. ഏതാണ് ആൻസർ? ജോർദാനാണ്. ഓപ്ഷൻ ബി ജോർദാനാണ്. ഓക്കെ, ഇതേ നോക്കി, ജോർദാൻ ഈ റൗണ്ട് ചെയ്തേക്കുന്ന ഈ ഒരു ഏരിയയിലാണ് ജോർദാൻ വരുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ എന്താണ്, മെഡിറ്ററേനിയൻ സീ ആയിട്ട് ഓപ്പൺ അല്ല, ബിക്കോസ് ഇറ്റ്സ് ലാൻഡ് ലോക്ക്ഡ് ആണ്. ഓക്കെ, സോ ബാക്കി ഇസ്രായേൽ ആയാലും ലെബനൻ ആയാലും സിറിയ ആയാലും. ഓക്കെ, സിറിയ ഈ ഒരു ഏരിയയിൽ എന്താണ് ഓപ്പൺ ആണ്. ദെൻ ലെബനനുണ്ട്, അത് എന്താണ് നമ്മുടെ മാപ്പ് നോക്കുമ്പോൾ ലെബനനും മെഡിറ്ററേനിയൻ സീ ആയിട്ട് ഓപ്പൺ ആണ്. ദെൻ ഇസ്രായേൽ എന്താണ് ഓപ്പൺ ആണ്. സോ മറ്റ് 3 പ്ലേസും എന്താണ് ഓപ്പൺ ആണ്. ജോർദാൻ മാത്രമാണ് എന്ത് ക്ലോസ്ഡ് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് എന്താണ് ആൻസർ ജോർദനാണ്. ഓക്കെ, ലെബനായാലും ഇസ്രായേൽ ആയാലും അതുപോലെ സിറിയ ആയാലും ഇത് 3 എന്താണ് നമ്മുടെ മെഡിറ്ററേനിയൻ സീ ആയിട്ട് ഓപ്പൺ ആണ് ഈ ഒരു ഏരിയയിൽ. ബട്ട് ജോർദൻ ലാൻഡ് ലോക്ക്ഡ് ആണ്. ഓക്കെ, അത് നമുക്ക് ഈ മാപ്പ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ വെസ്റ്റ് ഏഷ്യയും അതുപോലെ സൗത്ത് വെസ്റ്റ് ഏഷ്യ അല്ലെങ്കിൽ എന്താണ് വെസ്റ്റ് ഏഷ്യ അല്ലെങ്കിൽ ഈ ഒരു റീജിയനെ പറ്റിയൊക്കെ എന്താണ് ഏകദേശം ഒരു മാപ്പിംഗ് ആയിട്ട് നമുക്ക് വേണം. എസ്പെഷ്യലി മെഡിറ്ററേനിയൻ സീ, റെഡ് സീ, ബ്ലാക്ക് സീ, ഈ ഒരു ഏരിയയൊക്കെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 78ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇൻ ഇന്ത്യ, ഇൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് ഫോറസ്റ്റ് ഈസ് ടേക്ക് എ ഡൊമിനൻറ്റ് ട്രീ സ്പീഷ്യസ്. ഓക്കെ, ഏത് ഫോറസ്റ്റിലാണ് ടേക്ക് ഒരു ഡൊമിനൻറ്റ് ട്രീ സ്പീഷ്യസ് എന്ന് പറയുന്നത്? ഓക്കെ, ഫസ്റ്റ് വൺ ഓപ്ഷൻ എ ട്രോപ്പിക്കൽ മോയ്സ്റ്റ് ഡെസിഡ്യൂസ് ഫോറസ്റ്റ്, ഓപ്ഷൻ ബി ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്, ഓപ്ഷൻ സി ട്രോപ്പിക്കൽ ടോൺ സ്ക്രബ് ഫോറസ്റ്റ്, ദെൻ ഓപ്ഷൻ ഡി ടെമ്പറേറ്റ് ഫോറസ്റ്റ് വിത്ത് ഗ്രാസ് ലാൻഡ്. ഓക്കെ, നമുക്കറിയാം തേക്ക് എന്ന് പറയുന്നത് എന്താണ്, ട്രോപ്പിക്കൽ മോയ്സ്റ്റ് ഡെസിഡ്യൂസ് ഫോറസ്റ്റിലുള്ളതാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ഈ ട്രോൺ ഫോറസ്റ്റും ആദ്യമേ എലിമിനേറ്റ് ചെയ്യാം. അതുപോലെ എന്താണ് ടെമ്പറേറ്റ് ഫോറസ്റ്റ് വിത്ത് ഗ്രാസ് ലാൻഡ് എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെയുള്ള ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റും ട്രോപ്പിക്കൽ മോയ്സ്റ്റ് ഡെസിഡ്യൂസ് ഫോറസ്റ്റും. അതിലേതാണ് ട്രോപ്പിക്കൽ മോയ്സ്റ്റ് ഡെസിഡ്യൂസ് ഫോറസ്റ്റിലാണ് എന്ത് തേക്ക് ഡൊമിനൻ്റ് ആയിട്ട് ഉള്ളത്. ഓക്കെ,
അപ്പോൾ ഈ ട്രോപ്പിക്കൽ മോയിസ്റ്റ് ഡെസിഷ്യസ് ഫോറസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇത് നോർമലി നമ്മളെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് എന്താണ്, മൺസൂൺ ഫോറസ്റ്റ് എന്ന് പറയപ്പെടുന്നത് ഏതാണ്? ഈ ട്രോപ്പിക്കൽ മോയിസ്റ്റ് ഡെസിഷ്യസ് ഫോറസ്റ്റിനാണ് നമ്മൾ മൺസൂൺ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. നോർമലി ഇന്ത്യയിൽ എന്താണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഫോറസ്റ്റ് കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, അവർക്ക് റെയിൻഫാൾ വേണ്ടത് ബിറ്റ്വീൻ 100 സെൻറ്റിമീറ്റർ ടു 200 സെൻറ്റിമീറ്റർ ആയിരിക്കും എന്ത് അവിടുത്തെ റെയിൻഫാൾ എന്ന് പറയുന്നത്, ആനുവൽ റെയിൻഫാൾ എന്ന് പറയുന്നത്. അതുകൂടാതെ ഇത് മെയിനായിട്ട് കാണുന്നത് എവിടെയൊക്കെയാണ്? നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യ, ദെൻ ഫുഡ് ഹിൽസ് ഓഫ് ഹിമാലയാസ്, ദെൻ ഈസ്റ്റേൺ സ്ലോപ്സ് ഓഫ് വെസ്റ്റേൺ ഗട്ട്സ്. ഇവിടെയൊക്കെ എന്താണ് മെയിനായിട്ട് ഈ ട്രോപ്പിക്കൽ മോയിസ്റ്റ് ഡെസിഷ്യസ് ഫോറസ്റ്റിന് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി തേക്ക് കൂടാതെ വേറെ ഏതൊക്കെയാണ് അവിടുത്തെ ഇമ്പോർട്ടൻറ്റ് ട്രീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്? മെയിനായിട്ട് ബാംബൂസ്, ദെൻ സാൽ, ശിശം, ദെൻ സാൻഡൽവുഡ്, മൾബറി. അപ്പോൾ ഇതെല്ലാം എന്താണ് ഈ ഒരു ഫോറസ്റ്റിൽ മെയിനായിട്ട് കാണപ്പെടുന്ന ട്രീസാണ്. ഓക്കെ, ഇതെല്ലാം കൊമേഴ്ഷ്യലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രോപ്സും ആണ്. ഓക്കെ, സോ അതാണ് 78ാമത്തെ ക്വസ്റ്റ്യൻ. ആൻസർ ഏതാണ്? ട്രോപ്പിക്കൽ മോയിസ്റ്റ് ഡെസിഷ്യസ് ഫോറസ്റ്റ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ തന്നെ നമ്മൾ ബാക്കി ഓപ്ഷൻ കൂടെ ജസ്റ്റ് നോക്കുക. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എവിടെയൊക്കെയാണ് മെയിനായിട്ട് കാണപ്പെടുന്നത്, അതുപോലെ അവിടുത്തെ വെജിറ്റേഷൻ എന്തൊക്കെയാണ്, ഫ്ലോറ ഫ്യൂണ ഏതൊക്കെയാണ്, ദെൻ ട്രോപ്പിക്കൽ ടോൺ സ്ക്രബ് ഫോറസ്റ്റ് അവിടുത്തെ ടെമ്പറേച്ചർ എങ്ങനെയാണ്, വെജിറ്റേഷൻ എങ്ങനെയാണ്, അതുപോലെ റെയിൻഫോളിൻ്റെ അളവ് എത്രയാണ്, അപ്പോൾ ഏകദേശം പിന്നെ എന്താണ് സോയിൽ മെയിനായിട്ട് ഏതൊക്കെയായിരിക്കും അവിടെ കാണുന്നത്. അപ്പോൾ ഇതെല്ലാം എന്താണ് നമ്മൾ ജസ്റ്റ് നോക്കി വയ്ക്കുന്നത് നല്ലതാണ്. ഓക്കെ, അതായത് ഈ ഒരു ഓപ്ഷൻ, ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്താണ് ബാക്കി 4 ഓപ്ഷനെ പറ്റി നമ്മൾ അറിഞ്ഞിരുന്ന, ബാക്കി 3 ഓപ്ഷനെ പറ്റി നമ്മൾ അറിഞ്ഞിരുന്ന, അതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ വന്നാലും എന്ത് നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാം. 79 ബെയ്ജിംഗ് ഡിക്ലറേഷൻ ആൻഡ് പ്ലാറ്റ്ഫോം ഫോർ ആക്ഷൻ ഓഫൺ സീൻ ഇൻ ന്യൂസ്. ഇതൊരു കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ strategy to tackle the regional terrorism and outcome of a meeting of the Shanghai Cooperation Organization. ഓക്കെ, SCOയുടെ കീഴിലുള്ളതാണ് പറയുന്നത്. സെക്കൻഡ് വൺ, എ പ്ലാൻ ഓഫ് ആക്ഷൻ ഫോർ സസ്റ്റൈനബിൾ എക്കണോമിക് ഗ്രോത്ത് ഇൻ ദ ഏഷ്യ പസഫിക് റീജിയൻ ആൻഡ് ഔട്ട്കം ഓഫ് ദ ഡെലിബറേഷൻ ഓഫ് ഏഷ്യ പസഫിക് എക്കണോമിക് ഫോറം. നെക്സ്റ്റ്, an agenda for women's empowerment and outcome of a world conference convened by the United Nations. യുഎൻ്റെ കീഴിലുള്ള ഒരു വുമൻസ് കോൺഫറൻസ്. നെക്സ്റ്റ് ഓപ്ഷൻ ഡി എന്താണ്? എ സ്ട്രാറ്റജി ടു കോമ്പാക്ട് വൈൽഡ് ലൈഫ് ട്രാഫിക്കിംഗ്, എ ഡിക്ലറേഷൻ ഓഫ് ഈസ്റ്റ് ഏഷ്യ സബ്മിറ്റ്. സോ ഇതിൽ ഏത് ഓപ്ഷനാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആണ്. അപ്പോൾ ആൻസർ ഏതാണ്? ആൻസർ സി ആണ്. ആൻ അജണ്ട ഫോർ വുമൻസ് എംപവർമെൻറ്റ് ആൻഡ് ഔട്ട്കം ഓഫ് എ വേൾഡ് കോൺഫറൻസ് കൺവീൻഡ് ബൈ ദ യുണൈറ്റഡ് നാഷൻസ്. ഓക്കെ, അതാണ് ബെയ്ജിംഗ് ഡിക്ലറേഷൻ ആൻഡ് പ്ലാറ്റ്ഫോം ഫോർ ആക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് എന്താണെന്ന് നോക്കിയത് നമുക്ക് നോക്കാം. സോറി, ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു അനോണിമസ്ലി അല്ലെങ്കിൽ എന്താണ് അൺആനിമസ്ലി എന്താണ് 189 കൺട്രീസിൻ്റെ ഒരു കോൺഫറൻസ് ആണ്. ഓക്കെ, സോ ദ UN കോൺഫറൻസ് ഓഫ് 189 കൺട്രീസ്, എസ്പെഷ്യലി എന്താണ് വുമൺ, എവിടെയാണ് വുമൻസിന് വേണ്ടിയുള്ളതാണ്, എവിടെയാണ്? ബെയ്ജിങ്ങിൽ. അതുകൊണ്ടാണ് ഇത് ബെയ്ജിംഗ് ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ബെയ്ജിങ്ങിലാണ്. ഏത് വർഷം? 1995 സ്റ്റാർട്ട് ചെയ്തതാണ്. 1995 സ്റ്റാർട്ട് ചെയ്തതാണ്. ഓക്കെ, സോ അതാണ് ബെയ്ജിംഗ് ഡിക്ലറേഷൻ ആൻഡ് പ്ലാറ്റ്ഫോം ഫോർ ആക്ഷൻ. അപ്പോൾ എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? ഇറ്റ്സ് എൻ അജണ്ട ഫോർ വുമൻസ് എംപവർമെൻറ്റ് ആൻഡ് ഔട്ട്കം ഓഫ് എ വേൾഡ് കോൺഫറൻസ് കൺവീൻഡ് ബൈ ദ യുണൈറ്റഡ് നാഷൻ. ഓക്കെ, സോ അതാണ് 79ാമത്തെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് 80ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഈച്ച് ഡേ ഈസ് മോർ ഓർ ലെസ് ദ സെയിം. ദ മോർണിംഗ് ഈസ് ക്ലിയർ ആൻഡ് ബ്രൈറ്റ് വിത്ത് എ സീ ബ്രീസ്. As the sun climbs high in the sky, heat mounts up, dark clouds form, the rain comes with thunder and lightning. But rain is soon over. Which of the following regions is described in the above passage? അപ്പോൾ ഈ താഴെ കൊടുത്തേക്കുന്നതിൽ ഏത് റീജിയനാണ് ഈ മുകളിലെ പാസേജിൽ ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നതെന്ന് ചോദിച്ചത്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്? ഈച്ച് ഡേ ഈസ് മോർ ഓർ ലെസ് ദ സെയിം. ഓക്കെ, സെയിം ഡേ ആയിരിക്കും. ഓക്കെ, മിക്ക ദിവസവും. അതുപോലെ തന്നെ എന്താണ്? മോർണിംഗ് ഈസ് ക്ലിയർ ആൻഡ് ബ്രൈറ്റ് വിത്ത് സീ ബ്രീസ്. As the sun climbs at the high in the sky, heat mounts up. Then dark clouds form. Then rain comes with thunder and lightning. Okay. അപ്പോൾ എന്താണ് ഈ ഒരു ക്ലൈമറ്റ് അല്ലെങ്കിൽ ഈ ഒരു റീജിയൻ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഈ തന്നേക്കുന്ന ഈ എബോ പാസേജ് ഏത് റീജിയനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏതാണ് ആൻസർ ഏതാണ് വരുന്നത് ഇതിൽ? നമുക്കറിയാം
ഈച്ച് ഡേ ഈസ് മോർ ഓർ ലെസ് ദ സെയിം. അത് കേൾക്കുമ്പോൾ തന്നെ എന്താണ് നമുക്ക് ഏകദേശം ആൻസറിലേക്ക് എത്താൻ പറ്റും. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് ധാരാളമാണ്. എന്ത് ഒരു ദിവസം എന്താണ് മോർ ഓർ ലെസ് സെയിം ആയിരിക്കും. അപ്പോൾ ഏത് പ്ലേസിലാണ് ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് വരുന്നത്, ഏത് റീജിയനിലാണ് ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് വരുന്നത്, നമുക്കറിയാം ഇക്വേറ്ററൽ അല്ലെങ്കിൽ ഇക്വേറ്ററുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇക്വേറ്റോറിയൽ റീജിയനിലാണ് എന്ത് ഈ ഒരു ക്ലൈമറ്റ് വരുന്നത്. ഓക്കെ, ഇക്വേറ്റർ റീജിയൻ എന്താണ് നമുക്കറിയാം, നമ്മുടെ എർത്തിനെ 2 ഡിവൈഡ് ചെയ്താൽ ഇവിടെ 0 ഡിഗ്രി. ഓക്കെ, ഇതാണ് ഇക്വേറ്റർ. അപ്പോൾ ഈ ഒരു റീജിയനിലുള്ള ക്ലൈമറ്റ് ആണെന്ന് പറയുന്നത് ഇക്വേറ്റോറിയൽ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ ഈച്ച് ഡേ ഈസ് മോർ ഓർ ലെസ് സെയിം. സോ ഈ ഒരു ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഏതാണ് ആ ക്ലൈമറ്റ് അല്ലെങ്കിൽ ഏതാണ് ആ ഒരു റീജിയൻ എന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അത് ഏതാണ് ഇക്വേറ്റോറിയൽ ക്ലൈമറ്റ് ആണ്. നമുക്കറിയാം ഇക്വേറ്റോറിയൽ ക്ലൈമറ്റിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? കൂടുതലും റെയിൻ ഫോറസ്റ്റ് ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഈ ഒരു റീജിയനിലാണ് റെയിൻ ഫോറസ്റ്റ്. ദെൻ ഏതിൻ്റെ ഡിഗ്രി എത്രയാണ്? ഏകദേശം 5 ഡിഗ്രി to 5 ഡിഗ്രി, അതുപോലെ എന്താണ് 10 ഡിഗ്രിക്കും ഇടയിൽ, അതായത് എയ്തർ സൈഡ് ഓഫ് ദ ഇക്വേറ്റർ. ഓക്കെ, ഏകദേശം 5 ഡിഗ്രി നോർത്ത് ടു 10 ഡിഗ്രി നോർത്ത് വരെയും, അതുപോലെ 5 ഡിഗ്രി ഈസ്റ്റ് 5 ഡിഗ്രി സൗത്ത് ടു 10 ഡിഗ്രി സൗത്ത് വരെയും. ഓക്കെ, സോ അതാണ് ഏത് ഇക്വേറ്റോറിയൽ ക്ലൈമറ്റിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഇനി അതുപോലെ തന്നെ എന്താണ് ഇവിടെ ആനുവൽ റെയിൻഫോൾ ഹൈ ആയിരിക്കും. നമുക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിലും ഉണ്ട് എന്താണ് ദ റെയിൻ കംസ് വിത്ത് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ് എന്ന് പറയുന്നത്. സോ അത് എന്താണ് ഇക്വേറ്റോറിയൽ ക്ലൈമറ്റ് ആണെന്ന് കണ്ടുപിടിക്കാൻ ഈസി ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി നെക്സ്റ്റ് അടുത്ത ക്ലൈമറ്റ് നോക്കുന്നത് ഏതാണ്? നമുക്ക് ഓപ്ഷൻ ബാക്കി ക്ലൈമറ്റുകൾ നോക്കുന്നെങ്കിൽ ഫസ്റ്റ് ഏതാണ്? സാവന്നയാണ് ചോദിച്ചേക്കുന്നത്, സാവന്ന റീജിയൻ ആണ് ചോദിച്ചേക്കുന്നത്. അവിടെ എന്താണ് പ്രത്യേകത എന്ന് പറയുന്നത്? അതൊരു ട്രാൻസിഷണൽ ടൈപ്പ് ഓഫ് ക്ലൈമറ്റ് ആണ്. ഓക്കെ, ഏതിൻ്റെയൊക്കെ ഇടയിലാണ് കാണുന്നത്? ബിറ്റ്വീൻ ഇക്വേറ്റോറിയൽ ഫോറസ്റ്റ് ആൻഡ് ട്രേഡ് വിൻഡ് ഹോട്ട് ഡെസേർട്സ്. ഓക്കെ, സോ ഈ ഒരു റീജിയനിലാണ് ഇത് സാവന്ന കാണപ്പെടുന്നത്. അതായത് ഏകദേശം എന്താണ് 5 ഡിഗ്രി to 20 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്സിൽ. ഓക്കെ, ബിറ്റ്വീൻ 5 ഡിഗ്രി ആൻഡ് 20 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്സിലാണ് ഏത് കാണപ്പെടുന്നത്? ഈ സാവന്ന ടൈപ്പ് ഓഫ് റീജിയൻ അല്ലെങ്കിൽ സാവന്ന റീജിയൻ കാണപ്പെടുന്നത്. മെയിനായിട്ട് നമ്മുടെ ആഫ്രിക്ക, ദെൻ ബ്രസീൽ, വെനിസ്വേല ഇവിടെയൊക്കെ എന്താണ് സാവന്ന ടൈപ്പ് ഓഫ് വെജിറ്റേഷനും അതുപോലെ എന്താണ് സാവന്ന റീജിയനുമാണ് കാണപ്പെടുന്നത്. നെക്സ്റ്റ് നമുക്ക് മൺസൂൺ നോക്കാം. മൺസൂൺ ക്ലൈമറ്റ് നമുക്കറിയാം ഏതാണ്? നമ്മുടെ ഇന്ത്യയിൽ ഇമ്പോർട്ട് ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ് ഏതെന്ന് പറയുന്നത് മൺസൂൺ ടൈപ്പ് ഓഫ് ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യ കൂടാതെ വേറെ എവിടെയൊക്കെ ഉണ്ട്? മ്യാൻമർ, ദെൻ നോർത്ത് ഓസ്ട്രേലിയ, ഇവിടെ എല്ലാം എന്താണ് മൺസൂൺ ടൈപ്പ് ഓഫ് ക്ലൈമറ്റ് ആണ് ഉള്ളത്. ഇനി ഇവിടെ എന്തായിരിക്കും പ്രത്യേകത എന്ന് പറയുന്നത്? ഹൈ ഹ്യൂമിഡിറ്റി ആൻഡ് ഹൈ ടെമ്പറേച്ചർ ത്രൂ ഔട്ട് ദ ഇയർ. ഓക്കെ, നമ്മുടെ വർഷം മുഴുവൻ എന്തായിരിക്കും ഹ്യൂമിഡിറ്റിയും അതുപോലെ ടെമ്പറേച്ചറും എന്തായിരിക്കും ഹൈ ആയിരിക്കും ഈ ഒരു റീജിയനിൽ. റെയിൻഫോളും ഹെവി ആയിരിക്കും, ഏകദേശം 100 സെൻറ്റിമീറ്റർ to 300 സെൻറ്റിമീറ്റർ ആയിരിക്കും എന്ത് ഈ ഒരു റീജിയനിലെ റെയിൻഫോൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് വരുന്ന ഏതാണ്? മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് ആണ്. ഏകദേശം 30 ഡിഗ്രി മുതൽ 45 ഡിഗ്രി 30 ഡിഗ്രി to 45 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്സിലാണ് ഇത് മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് കാണപ്പെടുന്നത്. എസ്പെഷ്യലി ദ വെസ്റ്റേൺ മാർജിൻസ് ഓഫ് ദ കോണ്ടിനെൻറ്റ്. വെസ്റ്റേൺ മാർജിൻസ് ഓഫ് കോണ്ടിനെൻറ്റിലാണ് മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് കാണപ്പെടുന്നത്. ദെൻ എവിടെയൊക്കെയാണ് മെയിനായിട്ട് കാണപ്പെടുന്നത്? അതായത് നമ്മുടെ മെഡിറ്ററേനിയൻ ബേസ്. ഓക്കെ, അതായത് സ്പെയിൻ, ഇറ്റലി, ഗ്രീസ്, ടർക്കി ഈ ഒരു റീജിയൻ, അതാണ് മെഡിറ്ററേനിയൻ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റീജിയനാണ് മെയിനായിട്ട് മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് കാണുന്നത്. ഇത് കൂടാതെ നമ്മുടെ കാലിഫോർണിയ അതുപോലെ സെൻട്രൽ ചിലി ഇവിടെയൊക്കെ എന്താണ് മെഡിറ്ററേനിയൻ ക്ലൈമറ്റാണ് കൂടുതൽ കാണപ്പെടുന്നത്. ഓക്കെ, എങ്ങനെയായിരിക്കും അവിടുത്തെ ക്ലൈമറ്റ്? എങ്ങനെയായിരിക്കും? ഒരു ഹോട്ട് ഡ്രൈ സമ്മർ ആയിരിക്കും. അതുകൂടാതെ മൈൽഡ് വെറ്റ് വിൻറ്റേഴ്സും. ഇതെല്ലാം എന്താണ് മെഡിറ്ററേനിയൻ റീജിയൻ്റെ അല്ലെങ്കിൽ മെഡിറ്ററേനിയൻ ക്ലൈമറ്റിൻ്റെ ഒരു പ്രത്യേകതകളാണ്. ഓക്കെ, സോ അതാണ് നമ്മൾ എമ്പാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ആൻസർ ഏതാണ്? ഇക്വേറ്റോറിയൽ ടൈപ്പ് ഓഫ് ക്ലൈമറ്റ് ആണ്, അല്ലെങ്കിൽ ഇക്വേറ്റോറിയൽ റീജിയൻ ആണ്. അപ്പോൾ ഈ ഒരു റീജിയൻ നോക്കുന്നതിൻ്റെ കൂടെ തന്നെ എന്താണ് ബാക്കി ഓപ്ഷൻ കൂടെ നമ്മൾ നോക്കി അതിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അതിൻ്റെ ക്ലൈമറ്റ് എങ്ങനെയാണ്, അവിടുത്തെ റെയിൻഫോൾ എങ്ങനെയാണ്, വെജിറ്റേഷൻസ് എന്തൊക്കെയാണ്, ഇതുകൂടി നോക്കി പോവുക. ഓക്കെ, സോ നെക്സ്റ്റ് 81 വിത്ത് റെഫറൻസ് ടു ഇന്ത്യൻ എക്കോണമി. സോ എക്കണോമി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? The rate of growth of real gross domestic product, that real GDP, has steadily increased in the last decade. Second statement, the gross domestic product at market price in rupees has steadily increased in the last decade. Okay, so which of the following statements are correct? Option A, 1 only. Option B, 2 only. Option C, both 1 and 2. Option D, neither 1 nor 2. അപ്പോൾ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇതിൽ ശരിയായിട്ടുള്ളതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചേ ദ റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് റിയൽ ജി ഡി പി. ഓക്കെ, റേറ്റ് ഓഫ് ഗ്രോത്ത് ആണ് ചോദിച്ചേക്കുന്നത്. ഓഫ് റിയൽ ജി ഡി പി ഹാസ് സ്റ്റഡിലി ഇൻക്രീസ്ഡ് ഇൻ ലാസ്റ്റ് ഡെക്കേഡ്സ്. ഇത് പറയുന്നത് എന്താണ്? 2005 മുതൽ 2015 വരെ ഉള്ളതാണ്. ഓക്കെ, കാരണം 2016 ക്വസ്റ്റ്യൻ ആണ്. സോ ലാസ്റ്റ് ഡെക്കേഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് 2005 മുതൽ 2015 വരെയുള്ള ടൈം പീരീഡാണ്. സോ
the rate of growth of real GDP has steadily increased in the last decade. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ്. കാരണം റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് GDP എന്താണ്? ഡിക്ലൈൻ ചെയ്യുകയാണ് ചെയ്തത്. എന്തുകൊണ്ട്? കാരണം 2008 റിസഷനൊക്കെ വന്നിട്ടുണ്ട് നമുക്ക്. സോ അതുകൊണ്ട് തന്നെ എന്താണ്, ആ ഒരു പീരീഡിൽ നമ്മുടെ റിയൽ GDPയുടെ റേറ്റ് എന്ത് ചെയ്ത്, ഗ്രോത്ത് റേറ്റ് എന്ത് ചെയ്തു, കുറയുകയാണ് ചെയ്തത്. സോ ആ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ്. അതിൻ്റെ റീസണാണ് 2008 റിസഷനും അതുപോലെ എന്താണ് ഒരുപാട് വേറെ റീസൺസ് ഉണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള റീസണാണ് ഇത് 2008 റിസഷൻ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, ദ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അറ്റ് മാർക്കറ്റ് റേറ്റ്. ഓക്കെ, മാർക്കറ്റ് പ്രൈസ്. ഓക്കെ, അതായത് GDP ആയിട്ട് മാർക്കറ്റ് പ്രൈസാണ് ചോദിച്ചിരിക്കുന്നത്. അത് സ്റ്റഡിലി ഇൻക്രീസ്ഡ് ഇൻ ദ ലാസ്റ്റ് ഡെക്കേഡ്. ഓക്കെ, അതായത് ലാസ്റ്റ് ഡെക്കേഡിൽ അത് സ്റ്റഡിലി ഇൻക്രീസ്, അതായത് 2005 to 2015 അതെന്താണ് ഇൻക്രീസ് ആവുകയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. 2005 മുതൽ 2015 വരെ എടുക്കുകയാണെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആയിട്ട് മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ GDP ആയിട്ട് മാർക്കറ്റ് പ്രൈസ് എന്താണ്? സ്റ്റഡിലി ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. നമ്മൾ എങ്ങനെയാണ് GDP ആയിട്ട് മാർക്കറ്റ് പ്രൈസ് കണ്ടുപിടിക്കുന്നത്? നമുക്ക് അതിനൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് GDP ആയിട്ട് മാർക്കറ്റ് പ്രൈസ്? GDP ആയിട്ട് മാർക്കറ്റ് പ്രൈസ് എങ്ങനെയാണ്? നമ്മളതിന് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. C+I+G+X-M. എന്താണ് ഇതിൽ ഓരോന്ന് ഡിനോട്ട് ചെയ്യുന്നത്? സി എന്ന് വെച്ചാൽ കൺസംഷൻ എക്സ്പെൻഡിച്ചറാണ്. അതുപോലെ ഐ എന്ന് വെച്ചാൽ എന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ. ദെൻ ജി നമുക്കറിയാം എന്താണ്? ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. ദെൻ അതുപോലെ എക്സും എമ്മും. എക്സ് എന്ന് വെച്ചാൽ എക്സ്പോർട്ട്, എം എന്ന് വെച്ചാൽ ഇമ്പോർട്ട്. അപ്പോൾ എന്താണ്? നമ്മുടെ കൺസംഷൻ എക്സ്പെൻഡിച്ചർ, അതുപോലെ എന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. ഇത് മൂന്നും കൂടി കൂട്ടിയിട്ട് അതിന് ഏത് കുറയ്ക്കണം? ഇത് മൂന്നും കൂട്ടി എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് എന്താണ്? ആഡ് ചെയ്യണം. ഓക്കെ, സോ അപ്പോഴാണ് നമ്മൾ എന്ത് GDP ആയിട്ട് മാർക്കറ്റ് പ്രൈസ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആൻസർ ഏതാണ്? സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ശരി. അതുകൊണ്ട് എന്താണ്? ഓപ്ഷൻ ബി ആണ്, 2 only ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളെന്താണ് 2025-26 നമ്മൾ ഇപ്പോഴത്തെ ഒരു ഇത് നോക്കുന്നത് എന്താണ്? റിയൽ GDP എങ്ങനെയാണ് പോകുന്നത്? ഏകദേശം 7.4%. ഓക്കെ, 7.4% ആണിത് നമ്മുടെ ഇപ്പോഴത്തെ റിയൽ GDPയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതെന്താണ്? ഇത് ഏത് മിനിസ്ട്രിയാണ്? മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷനാണ് എന്ത് ഈ കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ GDP റേറ്റ്, അത് ഗ്രോത്ത് ചെയ്യുന്ന റേറ്റ്, അതെല്ലാം എന്താണ് ഡിസൈഡ് ചെയ്യുന്നത്? മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷനാണ്. ഓക്കെ, സോ അതാണ് 81 ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് 82. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. The legislative council of a state in India can be larger in size than half of the legislative assembly of that particular state. അപ്പോൾ പൊളിറ്റി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ നോക്കി, the governor of a state nominates the chairman of legislative council of that particular state. Which of the statements given above is or are correct? Option A, 1 only. Option B, 2 only. Option C, both 1 and 2. Option D, neither 1 nor 2. അപ്പോൾ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ചേ. ദ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഓഫ് എ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ക്യാൻ ബി ലാർജർ ഇൻ സൈസ് ദാൻ ഹാഫ് ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് എ പർട്ടിക്കുലർ സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? കാണുമ്പോഴേ നമുക്കറിയാം എന്ത് തെറ്റാണ്. കാരണം ആർട്ടിക്കിൾ 171 ഓക്കെ 171 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് പറയുന്നത്? 171 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് പറയുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ ദ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഓഫ് എ സ്റ്റേറ്റ് ഷാൾ നോട്ട് എക്സീഡ്. ഓക്കെ, ഷാൾ നോട്ട് എക്സീഡ് എത്രയാണ്? 1/3 ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഓക്കെ, ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ 1/3 കൂടാനായിട്ട് പാടില്ല. എന്ത്? ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ഓക്കെ, ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്, അതുപോലെ ലെജിസ്ലേറ്റീവ് കൗൺസിലും ഉണ്ട്. രണ്ടും തമ്മിൽ കൺഫ്യൂഷൻ ആവില്ലേ? അപ്പോൾ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ 1/3 മെമ്പേഴ്സിനേക്കാൾ കൂടാൻ പാടില്ല. ഏത്? ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി. The governor of a state nominates the chairman of legislative council of that particular state. ഓക്കെ, ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൻ്റെ ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ ചെയർമാൻ ആരാണ് തിരഞ്ഞെടുക്കുന്നത്? ഗവർണറാണ് തിരഞ്ഞെടുക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? നമ്മൾ ജസ്റ്റ് ഒരു കോമൺ സെൻസ് യൂസ് ചെയ്താൽ തന്നെ ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റും. കാരണം എന്താണ്? ഗവർണറിന് അതിൽ ഒരു പങ്കുമില്ല. കാരണം സ്റ്റേറ്റിലെ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ചെയർമാനെ ആരായിരിക്കും സെലക്ട് ചെയ്യുന്നത്? അതിലെ മെമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, ആ ലെജിസ്ലേറ്റീവ് കൗൺസിലുള്ള മെമ്പേഴ്സ് ആയിരിക്കും എന്ത്? അതിലെ ചെയർമാനെ തിരഞ്ഞെടുക്കുന്നത്, അല്ലാതെ ഗവർണർ ആയിരിക്കത്തില്ല. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരിക്കും? റോങ് ആണ്. അതുകൊണ്ട് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി, നെയ്തർ 1 nor 2. അതാണ് ഇത് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് 83ാമത്തെ ക്വസ്റ്റ്യൻ. To uphold and protect the sovereignty, unity and integrity of India. Okay, sovereignty, unity and integrity of India is a provision made in the option A, preamble of the constitution.
ഓപ്ഷൻ ബി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി DPSP, ദെൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഫൈനൽ വൺ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. അപ്പോൾ ഇതിൽ ഏതാണ് ടു അപ്ഹോൾഡ് ആൻഡ് പ്രൊട്ടക്ട് ദ സോവറിനിറ്റി, യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. എന്താണ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ തരുന്ന കുറച്ച് റൈറ്റ്സ് ആണെന്ത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. പക്ഷേ അതേ സമയത്ത് തന്നെ എന്താണ് നമ്മൾ തിരിച്ച് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനോട് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സൊസൈറ്റിയോട് അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ്റിനോട് ചെയ്യേണ്ട എന്താണ് കുറച്ച് ബാധ്യതകളും അല്ലെങ്കിൽ കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ട്. അപ്പോൾ അതാണ് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. അതെന്താണ് നമ്മൾ എന്ത് ചെയ്യണം? അപ്ഹോൾഡ് ആൻഡ് പ്രൊട്ടക്ട് ദ സോവറിനിറ്റി, യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ. ഓക്കെ, നമ്മുടെ ഇന്ത്യയുടെ സോവറിനിറ്റി ആയാലും യൂണിറ്റി ആയാലും ഇൻറ്റഗ്രിറ്റി ആയാലും ഇതെല്ലാം എന്താണ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മുടെ ഡ്യൂട്ടീസാണ്. സോ അതുകൊണ്ട് തന്നെ ഏതാണ് ഓപ്ഷൻ എന്ന് പറയുന്നത്, ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആണ്. ഓക്കെ, കാരണം പ്രിയാമ്പിൾ അല്ല, അതുപോലെ DPSP അല്ല, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ല. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ തരുന്ന കുറച്ച് റൈറ്റ്സ് ആണെന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. DPSP എന്താണ് സ്റ്റേറ്റ് നമുക്ക് ചെയ്തു തരേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതുപോലെ പ്രിയാമ്പിൾ അതെന്താണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആമുഖം, അതിനാണ് എന്ത് പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. സോ ഇത് മൂന്നുമല്ല, മെയിനായിട്ട് ഏതാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ തന്നെ നമ്മൾ എന്താണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നോക്കുക. ഏതാണ്? ആർട്ടിക്കിൾ 51A ആണ്. ആർട്ടിക്കിൾ 51A ആണെന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വരുന്നത്. എവിടെ നിന്നാണ് നമ്മൾ ബോറോ ചെയ്തത്? USSR നിന്നായിരുന്നു. ദെൻ അതുപോലെ എന്താണ് ഇത് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്താണെന്ന് നോക്കുക. അതിൻ്റെ കൂടെ തന്നെ എന്താണ് പ്രിയാമ്പിളിൽ എന്തൊക്കെ വരുന്നുണ്ട്, അതുപോലെ DPSPയിൽ എന്തൊക്കെ വരുന്നുണ്ട്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഏതൊക്കെയാണ്, ഇതിനൊക്കെ കൂടെ എന്താണ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. നമുക്ക് ഒറിജിനലി 10 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് 10 ഡ്യൂട്ടീസാണ് ഉണ്ടായിരുന്നത്. പിന്നെ എന്താണ് ഒന്നുകൂടി ആഡ് ചെയ്ത് ഇപ്പോൾ എത്രയാണ് 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ് നമുക്കുള്ളത്. അതുപോലെ എത്ര ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണുള്ളത്? എത്ര മുതലാണ്? ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ എന്താണ് നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട്. ഓക്കെ, അതിൽ തന്നെ എന്താണ് 12ഉം 13ഉം ഒരു ജനറൽ പ്രൊവിഷൻസ് ആണ് വരുന്നത്. ഇതിനിടയിൽ ആർട്ടിക്കിൾ 31 ഉണ്ട്. ആർട്ടിക്കിൾ 31 എന്താണ് ലീഗൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആയിരുന്നു, റൈറ്റ് ടു പ്രോപ്പർട്ടി ആയിരുന്നു, അത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആയിരുന്നു. പക്ഷേ പിന്നീട് എന്ത് ചെയ്തു? 44th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റിൽ അത് ചേഞ്ച് ചെയ്ത് എന്തിലോട്ട് മാറ്റി? ലീഗൽ റൈറ്റ് ആക്കി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ആർട്ടിക്കിൾ 31 എന്ന് പറയുന്നത് എന്തിലാണ്? ലീഗൽ റൈറ്റിലാണ് കിടക്കുന്നത്, റൈറ്റ് ടു പ്രോപ്പർട്ടി. അത് ഇപ്പോൾ ഏത് ആർട്ടിക്കിളിലാണ്? ആർട്ടിക്കിൾ 300A. ആർട്ടിക്കിൾ 300A ലീഗൽ റൈറ്റിലാണ് കിടക്കുന്നത്. ഓക്കെ, സോ അതുപോലെ നെക്സ്റ്റ് ഏതാണ്? DPSP ഉണ്ട്. DPSP ഏതാണ്? നമ്മൾ പാർട്ട് 4ൽ വരുന്നതാണ്. പാർട്ട് 4ലാണ്. ഏത് മുതൽ? ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് ഏത് DPSP വരുന്നത്. ദെൻ എവിടെ നിന്നാണ് നമ്മൾ DPSP എടുത്തത്? ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഓക്കെ, ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ബോറോ ചെയ്തതാണ്. അതുപോലെ നമ്മൾ DPSPയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണെന്ത്? ഇറ്റ് ഈസ് നോൺ ജസ്റ്റിഷ്യബിൾ ആണ്. ഓക്കെ, നമുക്ക് എന്താണ് DPSP കിട്ടില്ലെന്ന് പറഞ്ഞ് കോടതിയിൽ പോയി എന്താണ് ബാധിക്കാനൊന്നും പറ്റത്തില്ല. ഓക്കെ, ഇറ്റ് ഈസ് നോൺ ജസ്റ്റിഷ്യബിൾ ആണ്. എന്താണ് DPSPയുടെ എയിം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഇതിന് മുന്നേ ഈ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണ് DPSP ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? സോഷ്യൽ ആൻഡ് എക്കണോമിക് വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി, അല്ലെങ്കിൽ എന്താണ് ഒരു ജസ്റ്റ് സൊസൈറ്റി, ഒരു വെൽഫെയർ സൊസൈറ്റി. ഇതൊക്കെയാണ് എന്ത് DPSPയുടെ മെയിനായിട്ടുള്ള എയിം എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് 83ാമത്തെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 84. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ബെസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ടേം എക്കോസിസ്റ്റം? ഓക്കെ, എക്കോസിസ്റ്റം എന്നതിനുള്ള ബെസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ഏതാണെന്ന് നോക്കിയിരിക്കുന്നത്. ഓപ്ഷൻ എ ഏത്? ഓക്കെ, എ കമ്മ്യൂണിറ്റി ഓഫ് ഓർഗാനിസംസ് ഇൻറ്ററാക്ടിങ് വിത്ത് ഓൺ അനദർ. ഓപ്ഷൻ ബി ദ പാർട്ട് ഓഫ് ദ എർത്ത് വിച്ച് ഈസ് ഇൻഹാബിറ്റഡ് ബൈ ലിവിങ് ഓർഗാനിസം. ഓപ്ഷൻ സി എ കമ്മ്യൂണിറ്റി ഓഫ് ഓർഗാനിസംസ് ടുഗദർ വിത്ത് ദ എൻവയോൺമെൻറ്റ് ഇൻ വിച്ച് ദേ ലിവ്. ഓപ്ഷൻ ഡി ദ ഫ്ലോറ ആൻഡ് ഫ്യൂണ ഓഫ് ജിയോഗ്രഫിക്കൽ ഏരിയ. അപ്പോൾ നമുക്കിതിൽ ആദ്യം ഏതൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, ചോദിച്ചേക്കുന്നത് എന്താണ് എക്കോസിസ്റ്റം, അല്ലെ എക്കോസിസ്റ്റത്തിൻ്റെ ഡെഫിനേഷൻ ഏതാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ജസ്റ്റ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓപ്ഷൻ ഡി നോക്കി, ദ ഫ്ലോറ ആൻഡ് ഫ്യൂണ ഓഫ് ജിയോഗ്രഫിക്കൽ ഏരിയ. ഓക്കെ, ഒരു പ്രദേശത്തെ ഫ്ലോറയും ഫ്യൂണയും, അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ പ്ലാന്റ്സും ആനിമൽസും. അപ്പോൾ അത് മാത്രമാണ് എക്കോസിസ്റ്റത്തിൽ വരുന്നത്. അപ്പോൾ പ്ലാന്റ്സും ആനിമൽസും മാത്രമല്ല എക്കോസിസ്റ്റത്തിൽ വരുന്നതെന്ന് പറയുന്നത്. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് നമുക്ക് ആദ്യമേ എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഓപ്ഷൻ ഡി എന്താണ് നമുക്ക് കട്ട് ചെയ്യാം. ഇനി ഫസ്റ്റ് ഓപ്ഷൻ നോക്കി, എ കമ്മ്യൂണിറ്റി ഓഫ് ഓർഗാനിസംസ് ഇൻറ്ററാക്ടിങ് വിത്ത് വൺ അനദർ. ഇവിടെ എ കമ്മ്യൂണിറ്റി ഓഫ് ഓർഗാനിസംസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി ഓഫ് ഓർഗാനിസം എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ അത് എന്താണ് എക്കോസിസ്റ്റം ഡെഫിനിഷനിൽ വരത്തില്ല. ഓക്കെ, എക്കോസിസ്റ്റം എന്ന് വെച്ചാൽ എന്താണ് അതൊരു ബ്രോഡായിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. സോ അതുകൊണ്ട് എന്താണ് ഇത് ഒരു കമ്മ്യൂണിറ്റിയെ മാത്രമാണ് വരുന്നത്. സോ ആ ഒരു ഓപ്ഷൻ എന്താണ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും എലിമിനേറ്റ് ചെയ്തു. നെക്സ്റ്റ് ഓപ്ഷൻ ബിയും ഉണ്ട്, ഓപ്ഷൻ സിയും ഉണ്ട്. ഓപ്ഷൻ ബി നോക്കി, ദ പാർട്ട് ഓഫ് ദ എർത്ത് which is inhabited by living organism. Okay, a part of the earth which is inhabited by living organism. ഈ ഒരു ടേമിന് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് പേര്? അതാണ് ബയോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ,
ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഈ ഒരു ടൈമിന് നമ്മൾ എന്തെന്ന് പറയുക, ഈ ഒരു ഡെഫിനിഷനിൽ എന്തെന്ന് പറയുന്നത് ബയോസ്ഫിയർ എന്ന് പറയുന്നത് എന്താണ്? ദ പാർട്ട് ഓഫ് എർത്ത് വിച്ച് ഈസ് ഇൻഹാബിറ്റഡ് ബൈ ലിവിങ് ഓർഗാനിസംസ് ഉള്ള എർത്തിലെ ആ ഒരു പാർട്ട്, അതാണ് എന്തെന്ന് പറയുന്നത് ബയോസ്ഫിയർ എന്ന് പറയുന്നത്. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഏതാണ് ആൻസർ വരുന്നത്? 84. ആൻസർ സി ആണ്. എ കമ്മ്യൂണിറ്റി ഓഫ് ഓർഗാനിസംസ് ടുഗദർ വിത്ത് ദ എൻവയോൺമെൻറ്റ് വിച്ച് ദേ ലിവ്, അതാണ് എന്തെന്ന് പറയുന്നത് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, സോ ആൻസർ ഓപ്ഷൻ സി ആണ്, എക്കോസിസ്റ്റം. അപ്പോൾ ബാക്കി മൂന്ന് ഓപ്ഷൻ ഏതിൻ്റെയൊക്കെയാണെന്ന് നോക്കുക. ഫസ്റ്റത്തെ എന്താണ്? ഒരു കമ്മ്യൂണിറ്റിയാണ് വരുന്നത്. സെക്കൻഡ് വരുന്നത് എന്താണ്? ബയോസ്ഫിയർ ആണ്. പാർട്ട് ഓഫ് എർത്ത് വിച്ച് ഈസ് ഇൻഹാബിറ്റഡ് ബൈ ലിവിങ് ഓർഗാനിസം എന്ന് പറയുന്നത് എന്താണ്? ബയോസ്ഫിയർ ആണ്. ഇനി അവസാനത്തെ നമ്മൾ പറഞ്ഞ ഫ്ലോറ ആൻഡ് ഫ്യൂണ ഓഫ് ജിയോഗ്രഫിക്കൽ ഏരിയ, അതെന്താണ്? അവിടുത്തെ അനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ആണ്. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് 85ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദ ഫണ്ടമെൻ്റൽ ഒബ്ജക്റ്റീവ് ഓഫ് പഞ്ചായത്തി രാജ് സിസ്റ്റം ഈസ് ടു എൻഷുർ വിച്ച് അമോങ് ദ ഫോളോയിങ്? ഓപ്ഷൻ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? പീപ്പിൾസ് ഡെവലപ്മെൻറ്റ് പാർട്ടിസിപ്പേഷൻ ഇൻ. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പൊളിറ്റിക്കൽ അക്കൗണ്ടബിലിറ്റി. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ. ഫോർത്ത് ഫിനാൻഷ്യൽ മൊബിലൈസേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിൻ്റെ ഫണ്ടമെൻ്റൽ ഒബ്ജക്റ്റാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, നമുക്ക് നോർമലി നോക്കുമ്പോൾ എന്താണ് എല്ലാം ഒബ്ജക്റ്റീവ് ആയിട്ട് തോന്നും, പക്ഷേ ഫണ്ടമെൻ്റൽ ഒബ്ജക്റ്റീവ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ 1 2 3 4 എഴുതരുത്, ജസ്റ്റ് നോക്കുക ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചേക്കുന്നത് കറക്റ്റ് നോക്കുക. ഫണ്ടമെൻ്റൽ ഒബ്ജക്റ്റ് ആണ്, ഫണ്ടമെൻ്റൽ ഒബ്ജക്റ്റ് ഓഫ് പഞ്ചായത്ത് രാജ് സിസ്റ്റമാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? പീപ്പിൾസ് ഡെവലപ്മെൻറ്റ് ഇൻ പാർട്ടിസിപ്പേഷൻ. ഓക്കെ, നമുക്കറിയാം പഞ്ചായത്ത് രാജ് എന്ന് പറയുന്നത് എന്താണ്? കൊണ്ടുവന്നതിൻ്റെ എന്താണ്? പീപ്പിൾസ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, അതായത് ആളുകളുടെ നേരിട്ടുള്ളൊരു ഇൻട്രാക്ഷനും അതുപോലെ എന്താണ് അവരുടെ ഡെവലപ്മെൻറ്റും, അതാണ് എന്ത് പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. സോ അതെന്താണ്? ഒരു ഫണ്ടമെൻ്റൽ ഒബ്ജക്റ്റ് ആണ് ഏതിൻ്റെ? പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിൻ്റെ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, പൊളിറ്റിക്കൽ അക്കൗണ്ടബിലിറ്റി എന്താണ്? അതൊരു ബൈ പ്രോഡക്റ്റ് ആണ്. ഓക്കെ, നമ്മുടെ സെൻട്രലൈസേഷൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് മാത്രമാണ് എന്ത്? പൊളിറ്റിക്കൽ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അത് ഈ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ഒബ്ജക്റ്റ് അല്ല. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? റോങ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ. നമുക്കറിയാം എന്താണ് ഡീസെൻട്രലൈസേഷൻ എന്നുള്ളൊരു പ്രോഗ്രാമാണ് എന്ത് പഞ്ചായത്ത് രാജിലേക്ക് നീക്കിയത് തന്നെ. കാരണം നമ്മുടെ ഇപ്പോൾ സെൻറ്റർ ഉണ്ട്, അതിൻ്റെ താഴെയായിട്ട് സ്റ്റേറ്റ് ഉണ്ട്, അതിന് താഴെയായിട്ട് എന്ത് പഞ്ചായത്ത് രാജ് സിസ്റ്റം വരുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു ഡീസെൻട്രലൈസേഷൻ പവർ ഡീസെൻട്രലായിട്ട് വരികയാണ്. അപ്പോൾ എന്താണ് ഈ ഒരു ഡീസെൻട്രലൈസേഷനാണെന്ത് അല്ലെങ്കിൽ ഡെമോക്രസിയുടെ ഒരു ഡീസെൻട്രലൈസേഷനാണെന്ത് മെയിൻ എയിം എന്ന് പറയുന്നത്. സോ അതും എന്താണ് ഫണ്ടമെൻ്റൽ ഒബ്ജക്റ്റ് ആണ് പഞ്ചായത്ത് രാജിൻ്റെ. അപ്പം ഓപ്ഷൻ 3യും ഉണ്ട്. ഓക്കെ, സോറി സ്റ്റേറ്റ്മെൻറ്റ് 3യും ഉണ്ട്. ഇനി ഫിനാൻഷ്യൽ മൊബിലൈസേഷൻ ഉണ്ടോ? അതെന്താണ്? ഫംഗ്ഷനാണ്. ഓക്കെ, പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷനാണ്, പക്ഷേ അതെന്താണ്? ഒരു ഫണ്ടമെൻ്റൽ ഒബ്ജക്റ്റ് അല്ല. ഫിനാൻഷ്യൽ മൊബിലൈസേഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണെങ്കിലും അതൊരു ഫണ്ടമെൻ്റൽ ഒബ്ജക്റ്റ് അല്ല. സോ ഓപ്ഷൻ 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? റോങ് ആണ്. സോ ഏതൊക്കെയാണ്? പീപ്പിൾസ് ഡെവലപ്മെൻറ്റ് പാർട്ടിസിപ്പേഷനും ദെൻ അതുപോലെ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷനും, ഇത് രണ്ടുമാണ് എന്ത് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഏതായിരിക്കും ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ സി 1 and 3 ഓൺലി. ഓക്കെ, സോ ഈ ഫണ്ടമെൻ്റൽ ഒബ്ജക്റ്റീവ് ഏതൊക്കെയാണ്? പീപ്പിൾസ് ഡെവലപ്മെൻറ്റ് ഇൻ പാർട്ടിസിപ്പേഷൻ, അതുപോലെ എന്താണ് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ. ഇത് രണ്ടുമാണ് പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിൻ്റെ ഫണ്ടമെൻ്റൽ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ അക്കൗണ്ടബിലിറ്റി അതുപോലെ ഫിനാൻഷ്യൽ മൊബിലൈസേഷൻ എന്താണ്? ഒരു ഫംഗ്ഷനാണ്, ബട്ട് ഇറ്റ്സ് നോട്ട് ഫണ്ടമെൻ്റൽ ഒബ്ജക്റ്റ്. നോട്ട് ഇറ്റ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 86. With reference to Indian economy, consider the following. So economy related ഒരു ക്വസ്റ്റ്യൻ ആണ്. First one, bank rate. Second one, open market operation. Then public debt, public revenue. Which of the above is or are component or components of monetary policy? So monetary policyയിലെ components ഏതൊക്കെയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, monetary policyയിലെ components ഏതൊക്കെയെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം ബാങ്ക് റേറ്റ് അതുപോലെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, ഇത് രണ്ടും എന്താണ് മോണിറ്ററി പോളിസിയിൽ ഉള്ളതാണ്. ഓക്കെ, അതുപോലെ പബ്ലിക് ഡെപ്റ്റും പബ്ലിക് റവന്യൂ എന്താണ് മോണിറ്ററി പോളിസിയിൽ ഇൻക്ലൂഡഡ് അല്ല. ഓക്കെ, മോണിറ്ററി പോളിസിയിൽ ഉള്ളത് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? ബാങ്ക് റേറ്റ്, അതുപോലെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, ദെൻ CRR, SLR, അങ്ങനെ എന്താണ് ഒരുപാട് കാര്യങ്ങളുണ്ട്. റെപ്പോ റേറ്റ്, റിവേഴ്സ് റെപ്പോ, ഇതെല്ലാം എന്താണ് നമ്മുടെ മോണിറ്ററി പോളിസിയിലുള്ളതാണ്. പക്ഷേ പബ്ലിക് ഡെപ്റ്റും പബ്ലിക് റവന്യൂ എന്താണ് ഇതിൽ ഇൻക്ലൂഡഡ് അല്ല. ഓക്കെ, പബ്ലിക് ഡെപ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? അത് നമ്മൾ ടോട്ടൽ എമൗണ്ട് ബോറോഡ് ഫ്രം ദ ഗവൺമെൻറ് ടു മീറ്റ് ദ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ്, അല്ലെങ്കിൽ എന്താ നമ്മൾ ഡെവലപ്മെൻറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ബഡ്ജറ്റ് എന്താണ് മീറ്റ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് ബോറോ ചെയ്യുന്ന ഒരു ടോട്ടൽ എമൗണ്ട്, അതിനാണെന്ന് പറയുന്നത് പബ്ലിക് ഡെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് മോണിറ്ററി പോളിസിയിൽ ഇൻക്ലൂഡ് ആവത്തില്ല. അതുപോലെ പബ്ലിക് റവന്യൂ എന്താണ്? നമ്മുടെ ഇൻകം ഓഫ് ഗവൺമെൻറ്. ഏതൊക്കെ വഴി? അതിന് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ടാക്സസ് ഉണ്ട്, ഫീസ് ഉണ്ട്, അതുപോലെ ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ ടാക്സ് ഉണ്ട്, ദെൻ ഫൈൻ ഉണ്ട്, ഇതെല്ലാം എന്താണ്? അതുപോലെ ഡൊണേഷൻസ് ഉണ്ട്, ഇതെല്ലാം എന്താണ് പബ്ലിക് റവന്യൂവിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതും എന്താണ് മോണിറ്ററി പോളിസിനെ ബാധിക്കത്തില്ല.
സോ ഏതൊക്കെയാണ്? ബാങ്ക് റേറ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, ഇത് രണ്ടുമാണ് എന്ത് മോണിറ്ററി പോളിസിയുടെ മെയിൻ കോമ്പണൻസ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ വേറെ ഏതൊക്കെ ഉണ്ട് നമുക്കറിയാം. CRR, ദെൻ SLR, റെപ്പോ, റിവേഴ്സ് റെപ്പോ. അപ്പോൾ ഇതെല്ലാം എന്താണ് നമ്മുടെ മോണിറ്ററി പോളിസിയിലെ കമ്പോണൻസ് ആണ്. ഓക്കെ, സോ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ്, 1 and 2 ഓൺലി. ഓക്കെ, ബാക്കി രണ്ടെണ്ണം റോങ് ആണ്. പബ്ലിക് ഡെപ്റ്റ് ആയാലും പബ്ലിക് റവന്യൂ ആയാലും എന്താണ്, അത് മോണിറ്ററി പോളിസിയിലെ കോമ്പൗണ്ട്സ് അല്ല. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 87. With reference to inflation in India, which of the following statement is correct? Again, economy ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? കൺട്രോളിംഗ് ദ ഇൻഫ്ലേഷൻ ഇൻ ഇന്ത്യ ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓൺലി. ഓപ്ഷൻ ബി, ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് നോ റോൾ ഇൻ കൺട്രോളിംഗ് ദ ഇൻഫ്ലേഷൻ. ഓപ്ഷൻ സി, decreased money circulation helps in controlling the inflation. Option D, increased money circulation helps in controlling the inflation. അപ്പോൾ നമുക്ക് ഇതെന്താണ് സിമ്പിളായിട്ട് എലിമിനേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് പറയുന്നത്? കൺട്രോളിംഗ് ദ ഇൻഫ്ലേഷൻ ഇൻ ഇന്ത്യ ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓൺലി. ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെൻ്റ് ആണ്. ലാസ്റ്റ് നമ്മൾ നോക്കിയ ഓൺലി എന്ന് പറയുന്നത് കാണുമ്പോൾ തന്നെ എന്താണ്, ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മാത്രമാണ് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാണെന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. കാരണം നമുക്കറിയാം ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എന്താണ് ഇൻഫ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് ആര് കാണും? RBIയുടെ ഒരു പങ്ക് വളരെ വലുതാണ്. ഓക്കെ, RBI ആണ് എന്ത് ഇതെല്ലാം ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മാത്രം എന്ന് പറയുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, എന്തായാലും റോങ് ആണ്. സോ ഓപ്ഷൻ എ റോങ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, അപ്പോഴേ നമുക്ക് മനസ്സിലാവും. ദ RBI ഓഫ് ഇന്ത്യ ഹാസ് നോ റോൾ ഇൻ കൺട്രോളിംഗ് ദ ഇൻഫ്ലേഷൻ. ഓക്കെ, ദ മെയിൻ കൺട്രോൾ തന്നെ ആരാണ്? RBI ആണ്. ഓക്കെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് എന്തെന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഒരു റോളും ഇല്ലെന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, തെറ്റാണ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും തെറ്റ്. ഇനി നോക്കി, രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണുള്ളത്. ഡിക്രീസ്ഡ് മണി സർക്കുലേഷൻ ഹെൽപ്സ് ഇൻ കൺട്രോളിംഗ് ഇൻഫ്ലേഷൻ, ഇൻക്രീസ്ഡ് മണി സർക്കുലേഷൻ ഹെൽപ്സ് ഇൻ കൺട്രോളിംഗ് ഇൻഫ്ലേഷൻ. അപ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കുക, ഇൻഫ്ലേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഓൾറെഡി നമ്മുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ എക്കണോമിയിൽ പണപ്പെരുപ്പമാണ്. ഓക്കെ, ഇൻഫ്ലേഷനാണ്, പൈസ ഒരുപാട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഇൻക്രീസ്ഡ് മണി സർക്കുലേഷൻ ചെയ്യാണ്. വീണ്ടും എന്താണ് അതിലോട്ട് പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആ ഓൾറെഡി ഉള്ള എക്കോണമി പണം പെരുകി നിൽക്കുന്ന അല്ലെങ്കിൽ എന്താണ് ഇൻഫ്ലേഷൻ ഉള്ള എക്കോണമിയിൽ നമ്മൾ വീണ്ടും എന്താണ് പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ നോർമലി സംഭവിക്കുന്നത്? വീണ്ടും പൈസ എന്താണ് പെരുകി ഇൻഫ്ലേഷൻ കൂടുകയുള്ളൂ. ഓക്കെ, നമുക്കിവിടെ വേണ്ടത് എന്താണ്? വിത്ത് റെഫറൻസ് ടു ഇൻഫ്ലേഷൻ നമുക്ക് ഇൻഫ്ലേഷൻ കുറയ്ക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഇൻഫ്ലേഷൻ റെഡ്യൂസ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ എക്കണോമിയിലുള്ള പൈസ നമ്മൾ എന്താണ് തിരിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ അതിനെന്ത് ചെയ്യുക? ഡിക്രീസിങ് മണി സർക്കുലേഷൻ ഇൻ ദ എക്കോണമി. ഓക്കെ, അല്ലെങ്കിൽ എന്താ ഡിക്രീസിങ് മണി സർക്കുലേഷൻ ഹെൽപ്സ് ഇൻ കൺട്രോളിങ് ദ ഇൻഫ്ലേഷൻ. ഓക്കെ, അപ്പോൾ അതാണ് ഇത് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, നമ്മൾ ഓൾറെഡി ഇൻഫ്ലേഷൻ ആയിട്ടുള്ള ഒരു എക്കോണമിയിലേക്ക് വീണ്ടും പൈസ അത് ഇൻക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും? അത് വീണ്ടും ഇൻഫ്ലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഓക്കെ, അത് കൺട്രോൾ ചെയ്യത്തില്ല. അപ്പോൾ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റിലെ സ്റ്റേറ്റ്മെൻറ്റ് ഡി എന്താണ്, തെറ്റാണ്. കാരണം ഇൻക്രീസ്ഡ് മണി സർക്കുലേഷൻ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഒരിക്കലും ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യത്തില്ല, ഇൻഫ്ലേഷൻ കൂട്ടുകയേ ചെയ്യത്തുള്ളൂ. അതേസമയം ഡിക്രീസ്ഡ് മണി സർക്കുലേഷൻ ആണെങ്കിൽ നമ്മളിപ്പോൾ എന്താണ് ഗവൺമെൻറ് സെക്യൂരിറ്റീസൊക്കെ പുറത്തോട്ട് വിറ്റിട്ട് എന്താണ് അവിടുന്ന് പൈസ എന്താണ് നമ്മൾ എക്കണോമിയിൽ തിരിച്ച് വാങ്ങുകയാണ്. ഓക്കെ, ഈ ഒരു ടൈമിലാണ് എന്ത് നമ്മൾ GSEC ഒക്കെ വിൽക്കുന്നത്. ഓക്കെ, ഗവൺമെൻറ് സെക്യൂരിറ്റീസൊക്കെ എന്ത് ചെയ്യും? നമ്മൾ എക്കണോമിയിലേക്ക് വിട്ടുകൊടുക്കും, എന്നിട്ട് എന്താണ് പൈസ അവിടെ നിന്ന് വാങ്ങും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എന്ത് നമ്മൾ ഇൻഫ്ലേഷൻ കുറയ്ക്കുന്നത് അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ കൺട്രോളിലേക്ക് കൊണ്ടുവരുന്നത്. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഡിക്രീസ്ഡ് മണി സർക്കുലേഷൻ ഹെൽപ്സ് ഇൻ കൺട്രോളിങ് ദ ഇൻഫ്ലേഷൻ. ഓക്കെ, സോ അതാണ് 87. അടുത്തത് 88ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് കൺട്രീസ്: ചൈന, ഫ്രാൻസ്, ഇന്ത്യ, ഇസ്രായേൽ, പാകിസ്ഥാൻ. വിച്ച് എമോങ് ദ എബോവ് ആർ nuclear weapon states as recognized by the Treaty on the Non-Proliferation of Nuclear Weapons, commonly known as Nuclear Non-Proliferation Treaty, NPT. Okay, NPT, Nuclear Non-Proliferation Treaty. അപ്പോൾ ഇതിൽ ഏതൊക്കെ കൺട്രീസാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്? ഓക്കെ, ഏതൊക്കെ കൺട്രീസിനെയാണ് ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ്സ് ആയിട്ട് റിക്കഗ്നൈസ് ചെയ്തേക്കുന്നതെന്ന് ചോദിച്ചേക്കുന്നത്. ഏതൊക്കെയുണ്ട്? ചൈന, ഫ്രാൻസ്, ഇന്ത്യ, ഇസ്രായേൽ, പാകിസ്ഥാൻ. അപ്പോൾ ഏതൊക്കെ കൺട്രീസാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചേക്കുന്നത്. ഇതിൽ ആൻസർ ചൈനയും ഫ്രാൻസും മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇന്ത്യ, ഇസ്രായേൽ, പാകിസ്ഥാൻ ഇവരെ മൂന്നുപേരും എന്താണ് ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടില്ല. കാരണം ഇവരൊക്കെ എന്താണ് ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തിയത് 1967 ശേഷമാണ്. ഓക്കെ, 1967 ആയിരുന്നു എന്തെന്ന് പറയുന്നത് ഒരു കട്ട് ഓഫ് ഡേറ്റ് എന്ന് പറയുന്നത്. ഈ 1967 വരെ ആയിരുന്നു എന്ത് കട്ട് ഓഫ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇന്ത്യ ആയാലും അതുപോലെ എന്താണ് ഇസ്രായേൽ ആയാലും പാകിസ്ഥാൻ ആയാലും ഇവരെല്ലാം എന്താണ് ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തിയത് 1967 ശേഷമാണ്. സോ ആ ഒരു കട്ട് ഓഫ് ഡേറ്റിന് ശേഷമായിട്ട് തന്നെ എന്താണ് ഇവരെ ആരെയും ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ്സ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ്സ് എന്ന് വെച്ചാൽ നമുക്ക് ഏതൊക്കെ പറയാം?
ഫസ്റ്റ് നമുക്ക് എന്തായാലും അറിയാം US, അതുപോലെ റഷ്യ, ദെൻ തേർഡ് വൺ ചൈന, ദെൻ ഇതിലുള്ള ഏതാണ് ഫ്രാൻസ്, ആൻഡ് ഫിഫ്ത്ത് വൺ ഒരാളും കൂടെ ഉണ്ട്, ആരാണ് UK, യുണൈറ്റഡ് കിങ്ഡം. സോ ഇവർ 5 പേരാണെന്ന് പറയുന്നത് US, റഷ്യ, ചൈന, ഫ്രാൻസ്, UK. ഈ 5 പേരാണെന്ന് പറയുന്നത് ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ്സ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളത്. ഏത് വഴി? NPT വഴി. ഓക്കെ, സോ അതാണ് 88ാമത്തെ ക്വസ്റ്റ്യൻ. ആൻസർ ഏതാണ്? ഓപ്ഷൻ A 1 and 2 ഓൺലി ആണ്. ഇന്ത്യ, ഇസ്രായേൽ, പാകിസ്ഥാൻ എന്താണ് ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടില്ല. ഓക്കെ, സോ അവർ 3 പേരെ ഇതുവരെയായിട്ട് ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടില്ല. ഓക്കെ, ബിക്കോസ് അവരെല്ലാം ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തിയത് 1967 ശേഷമാണ്. അതായിരുന്നു ഒരു കട്ട് ഓഫ് ഡേറ്റ് എന്ന് പറയുന്നത്. സോ കട്ട് ഓഫ് ഡേറ്റിന് ശേഷമാണ് എന്ത് അവർ ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തിയത്. സോ ദേ ആർ നോട്ട് കൺസിഡർഡ് ആസ് ദ ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 89. The ideal of welfare state in the Indian Constitution is enshrined in its option A preamble, option B DPSP, option C fundamental rights, option D 7th schedule. അപ്പോൾ ഓൾറെഡി നമ്മൾ കുറച്ച് മുമ്പേ നോക്കിയതാണ്. ഓക്കെ, കുറച്ച് നമ്മൾ DPSPയുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് ഐഡിയ ഓഫ് വെൽഫെയർ സ്റ്റേറ്റ്. ഓക്കെ, വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഐഡിയ ഏതിൻ്റെയാണ്? DPSPയുടെ കീഴിലുള്ളതാണ്. ഓക്കെ, DPSPയുടെ ആണ്. DPSPയെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഏത് പാർട്ടിലാണ് വരുന്നത്? പാർട്ട് 4 ആണ്. ആർട്ടിക്കിൾസ് ഏത് മുതലാണ്? ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് എന്ത് DPSPയിൽ വരുന്നത്. മെയിനായിട്ട് എന്തൊക്കെയാണ്? സോഷ്യൽ ആൻഡ് എക്കണോമിക് പ്രോഗ്രസ് ആണ്. സോഷ്യൽ ആൻഡ് എക്കണോമിക് പ്രോഗ്രസ്. ഓക്കെ, ദെൻ സോഷ്യൽ ആൻഡ് എക്കണോമിക് പ്രോഗ്രസ് ആണ്. ദെൻ നമ്മൾ പറഞ്ഞു എന്താണ് കോർട്ട് വഴി എൻഫോഴ്സ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ബോറോ ചെയ്ത് എവിടെ നിന്നാണ്? അയർലൻഡിനാണ് ബോറോ ചെയ്തത്. ഓക്കെ, സോ ഇതൊക്കെയാണ് എന്ത് DPSPയെ പറ്റി മെയിനായിട്ടുള്ളത്. അതുപോലെ നമ്മൾ പ്രിയാമ്പിൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, 7th ഷെഡ്യൂൾ അതുകൂടി ഒന്ന് നോക്കിക്കൊള്ളണം. ഓക്കെ, ഓൾറെഡി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് ഇവയെല്ലാം പറ്റിയും. നെക്സ്റ്റ് 90. The substitution of steel for wooden plows in agriculture product is an example of option A labor augmenting technological progress, option B capital augmenting technological progress, then option C capital reducing technological progress, then option D none of the above. അപ്പോൾ ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് സ്റ്റീൽ ഫോർ വുഡൻ പ്ലോസ് ഇൻ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഇതിന് എക്സാമ്പിൾ ആയിട്ടുള്ളത്? ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് സ്റ്റീൽ ഫോർ വുഡൻ പ്ലോസ് ഇൻ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ലേബർ ഓഗ്മെൻറ്റിംഗ് ടെക്നോളജിക്കൽ പ്രോഗ്രസ്, then option B capital augmenting technological progress, option C capital reducing technological progress, then option D none of the above. അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ്, ക്യാപിറ്റൽ ഓഗ്മെൻറ്റിംഗ് ടെക്നോളജിക്കൽ പ്രോഗ്രസ് ആണ്. ഓക്കെ, ഇത് നമ്മുടെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെയാണ്. ഓക്കെ, സോ ക്യാപിറ്റൽ ഓഗ്മെൻറ്റിംഗ് ടെക്നോളജിക്കൽ പ്രോഗ്രസ് ആണ് എന്തിനു ചെയ്യുന്നത്? സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് സ്റ്റീൽ ഫോർ വുഡൻ പ്ലോസ് ഇൻ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ പറയുന്നത്. അതെന്തിനാണ്? ക്യാപിറ്റൽ ഓഗ്മെൻറ്റിംഗ് ടെക്നോളജിക്കൽ പ്രോഗ്രസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, നോർമലി എന്താണ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ എന്ത് ചെയ്യുകയാണ്? അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ എന്ത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്? ഇവിടെ പറയുന്നത് എന്താണ്? സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് സ്റ്റീൽ ഫോർ വുഡൻ പ്ലോസ് ഇൻ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ആണ്. അപ്പോൾ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഇൻക്രീസ് ആകുമ്പോൾ എന്താണ് അതുവഴി പ്രൊഡക്ട്സ് ഇൻക്രീസ് ആവുക, അത് എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റീൽ പ്രൊഡക്ഷനെ എൻകറേജ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത് ഈ ക്യാപിറ്റൽ ഓഗ്മെൻറ്റിംഗ് ടെക്നോളജിക്കൽ പ്രോഗ്രസ്സിന് എക്സാമ്പിളായിട്ട് അത് പറയുന്നത്. ഓക്കെ, 91 നോക്കി. There is a parliamentary system of government in India because of the option A Lok Sabha is elected directly by people, option B Parliament constitution can amend the constitution, then Rajya Sabha cannot be dissolved, option D Council of Ministers is responsible to the Lok Sabha. അപ്പോൾ ഇത് ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ Lok Sabha is elected directly by the people. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ഒരു പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ്. ഓക്കെ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് ദർ ഇസ് എ പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ഇൻ ഇന്ത്യ. എന്തുകൊണ്ടാണ്? ഓക്കെ, എന്തുകൊണ്ട് ഇന്ത്യയിൽ ഒരു പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ഒന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നോക്കി, ലോക്സഭ ഈസ് ഇലക്റ്റഡ് ഡയറക്ട്ലി ബൈ ദ പീപ്പിൾ. ഓക്കെ, ലോക്സഭ എന്താണ് ഡയറക്ട്ലി ഇലക്റ്റ് ആകുകയാണ്. അത് ഒരു പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ്റിന് എക്സാമ്പിൾ ആണോ, അല്ലെങ്കിൽ അതാണോ അതിൻ്റെ റീസൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്? അല്ല, കാരണം എന്താണ് അത് നമുക്കറിയാം ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തിലുള്ള ഏതൊരു ഡെമോക്രസിയിലായാലും എന്താണ് ഒരു ലോക്സഭ ഡയറക്ട്ലി ഇലക്റ്റഡ് ബൈ പീപ്പിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതെന്താണ് ഡെമോക്രസിയുടെ ഒരു ഭാഗം മാത്രമാണ്. ഓക്കെ, അത് ഒരു എന്താണ് നമുക്ക് സ്പെസിഫിക്കലി ഒരു പാർലമെൻ്റ് സിസ്റ്റം ആണെന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ എന്താണ്? പാർലമെൻറ്റ് ക്യാൻ അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, പാർലമെൻറ്റ് ക്യാൻ അമെൻഡ് ദ
കോൺസ്റ്റിറ്റ്യൂഷൻ, പാർലമെൻറ്റിന് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ പറ്റും. അതെന്താണ് ഒരു പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ആണോ? ബിക്കോസ് അല്ല. കാരണം എന്താണ്, അത് എന്തിനെയാണ് കാണിക്കുന്നത്? ഒരു സോവർണിറ്റി, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ലെജിസ്ലേച്ചറിൻ്റെ ഒരു പവർ ആൻഡ് സോവർണിറ്റി ഒക്കെയാണ് എന്ത് ഇത് കാണിക്കുന്നത്. അതിനെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എന്താണ്, ലെജിസ്ലേച്ചറിൻ്റെ ഒരു പവറും അല്ലെങ്കിൽ എന്താണ് അവരൊരു സോവർണിറ്റി മാത്രമാണ് കാണിക്കുന്നത്. അല്ലാതെ അതെന്താണ് ഒരു പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ്റിന് കാരണമല്ല. ഇനി അടുത്ത് നോക്കി, രാജ്യസഭ കനോട്ട് ബി ഡിസോൾഡ്. അതും എന്താണ് ഒരു രാജ്യസഭയുടെ ഒരു ഫ്യൂച്ചറാണ്. ഓക്കെ, രാജ്യസഭയുടെ ഒരു ഫ്യൂച്ചറാണെന്ന് പറയുന്നത് ഇറ്റ് കനോട്ട് ബി ഡിസോൾഡ് എന്ന് പറയുന്നത്. സോ അതും എന്താണ് ആ ഒരു ആൻസർ അല്ല. ലാസ്റ്റ് നോക്കി, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഈസ് റെസ്പോൺസിബിൾ ടു ദ ലോക്സഭ. ഓക്കെ, അപ്പോൾ അതെന്താണ് ശരിയാണ്. കാരണം എന്താണ്, നമ്മുടെ പ്രൈമറി ഫ്യൂച്ചർ ഓഫ് പാർലമെൻ്ററി സിസ്റ്റം തന്നെ എന്താണ്, പ്രിൻസിപ്പിൾ ഓഫ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ്. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. ഓക്കെ, എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ പാർലമെൻറ്റിലെ മെമ്പേഴ്സ് അല്ലെങ്കിൽ എന്താണ് പാർലമെൻറ്റിലെ മിനിസ്റ്റേഴ്സ് എല്ലാം, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എല്ലാം എന്താണ് റെസ്പോൺസിബിലിറ്റി ലോക്സഭയാണ്. അവരെല്ലാം എന്താണ് ലോക്സഭയുടെ റെസ്പോൺസിബിൾ ആയിരിക്കണം. സോ അതാണെന്ന് പറയുന്നത് പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ്റിൽ പറയുന്നത്. ഓക്കെ, ബിക്കോസ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആർ റെസ്പോൺസിബിൾ ടു ദ ലോക്സഭ, അല്ലെങ്കിൽ എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. ആ ഒരു കൺസെപ്റ്റ് ആണത് ഇവിടെ വരുന്നത്. സോ ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഓപ്ഷൻ ഡി, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഈസ് റെസ്പോൺസിബിൾ ടു ദ ലോക്സഭ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 92. H1N1 virus is sometimes mentioned in the news with reference to which one of the following diseases? അപ്പോൾ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് H1N1 വൈറസ്. അപ്പോൾ ഏതുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് ചോദിച്ചേക്കുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയേ, എയ്ഡ്സ്, ദെൻ ബേർഡ് ഫ്ലൂ, ഡെങ്കു, സ്വിൻ ഫ്ലൂ. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് നോക്കിയേ, എയ്ഡ്സ് നമുക്കറിയാം. എന്താണ് എയ്ഡ്സ്? മെയിനായിട്ട് വരുന്നത് HIV വൈറസാണ്. ഓക്കെ, ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസാണ് HIV. ഓക്കെ, അപ്പോൾ അതെന്താണ് HIV വൈറസാണ് ഉണ്ടാക്കുന്നത്. സോ H1N1 വൈറസ് അല്ല. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്, നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് നോക്കി, ബേർഡ് ഫ്ലൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ബേർഡ് ഫ്ലൂ ഏതാണ്? H5N1 ആണ്. ഓക്കെ, ഇവിടെ H1N1 ആണ് ചോദിച്ചിരിക്കുന്നത്. ബേർഡ് ഫ്ലൂ വരുന്നത് H5N1 വൈറസാണ്. സോ അതുകൊണ്ട് തന്നെ എന്താണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. ഇനി ഡെങ്കു നമുക്കറിയാം. ഡെങ്കു, അതുപോലെ എന്താണ് സിക്ക, ദെൻ ചിക്കൻ ഗുനിയ, യെല്ലോ ഫീവർ, ഇതെല്ലാം എന്താണ് മസ്കിറ്റോ ബോൺ ഡിസീസാണ്. അതെങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? നമ്മുടെ എയ്ഡ്സ് ഈജിപ്റ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എയ്ഡസ് ഈജിപ്റ്റ്സ്. ഓക്കെ, എയ്ഡസ് ഈജിപ്റ്റ് എന്ന് പറയുന്ന മസ്കിറ്റോ ആണ് എന്ത് ഈ ഒരു ഡിസീസ് പരത്തുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ എന്താണ് അതും H1N1 വൈറസ് അല്ല. ഓക്കെ, അത് എയ്ഡസ് ഈജിപ്റ്റ്സ് എന്ന് പറയുന്ന മസ്കിറ്റോസ് സ്പ്രെഡ് ചെയ്യുന്നതാണ്. ഏതൊക്കെ? ഈ ഡെങ്കു ആയാലും അതുപോലെ സിക്ക, ചിക്കൻ ഗുനിയ, യെല്ലോ ഫീവർ, ഇതെല്ലാം എന്താണ് എയ്ഡസ് ഈജിപ്റ്റി എന്ന് പറയുന്ന ഒരു മസ്കിറ്റോ സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസസ് ആണ്. ഓക്കെ, സോ ആ ഓപ്ഷനും അല്ല. അപ്പോൾ ഏതാണ് ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ ഡി, സ്വിൻ ഫ്ലൂ ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ഏതാണ്? സ്വിൻ ഫ്ലൂ ആണ് H1N1 വൈറസ് എന്ന് പറയുന്നത്. ഓക്കെ, H1N1 വൈറസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് 92nd ക്വസ്റ്റ്യൻ. H1N1 വൈറസ് ഏതാണ്? സ്വിൻ ഫ്ലൂ. അപ്പോൾ ബാക്കി ഏതൊക്കെയാണ്? ബാക്കി ഡിസീസും കൂടെ നോക്കി വയ്ക്കുക. അതിൻ്റെ വൈറസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് സ്പ്രെഡ് ആവുന്നത്, മനുഷ്യരിൽ അത് എങ്ങനെയൊക്കെ അഫക്റ്റ് ആവുന്നത് എന്നൊക്കെ എന്താണ് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. ഓക്കെ, ഒരു ജനറൽ അവയർനെസ് അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിത്ത് റെഫറൻസ് ടു ബയോ ടോയ്ലറ്റ്സ് യൂസ്ഡ് ബൈ ദ ഇന്ത്യൻ റെയിൽവേസ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, the decomposition of human waste in the bio toilets is initiated by a fungal inoculum. Next one, the ammonium and water vapor are the only end products in the decomposition which are released in the atmosphere. അപ്പോൾ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് റൈറ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് നോക്കി, ദ ഡീകമ്പോസിഷൻ ഓഫ് ഹ്യൂമൻ വേസ്റ്റ് ഇൻ ബയോ ടോയ്ലറ്റ്സ് ഈസ് ഇനിഷ്യേറ്റഡ് ബൈ ഫംഗൽ ഇനോക്കുലം. ഓക്കെ, ഒരു ഫംഗലാണ് അല്ലെങ്കിൽ ഒരു ഫംഗസ് ആണ് ഇത് ചെയ്യുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഓക്കെ, ഇതെന്താണ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഇനിഷ്യേറ്റഡ് ബൈ എ ബാക്ടീരിയൽ ഇനോക്കുലം ആണ്. ഓക്കെ, ബാക്ടീരിയ ആണ്. Bacterial inoculum, and also the end products is water and biogas. ഓക്കെ, ഇവിടെ നമുക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ആദ്യമേ വേണമെങ്കിൽ റോങ് ആണെന്ന് പറയാം. കാരണം എന്താണ് അമോണിയ ആൻഡ് വാട്ടർ വേപ്പർ അത് ഓൺലി എൻ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ അതൊരു എക്സ്ട്രീം സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മൾ അത് ജസ്റ്റ് ഒന്ന് എലിമിനേറ്റ് ചെയ്താൽ തന്നെ ഏതൊക്കെയാണ്? ഓപ്ഷൻ ബിയും അതുപോലെ ഓപ്ഷൻ ഡിയും നമുക്ക് ആദ്യമേ എലിമിനേറ്റ് ചെയ്യാം. പിന്നെ ഉള്ളത് രണ്ട് ഓപ്ഷനാണ്, എയും അതുപോലെ ഡിയും. ഓക്കെ, എ വൺ ഓൺലി, ഡി നെയ്തർ വൺ നോർ ടു. അതിൽ എ അല്ലെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു. കാരണം എന്താണ് അതൊരു ഫംഗൽ ഇനോക്കുളം അല്ല, ഇറ്റ്സ് എ ബാക്ടീരിയൽ ഇനോക്കുളം. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി നെയ്തർ വൺ നോർ ടു.
Okay, and what are the byproducts? It's water and biogas. Okay, not only water and ammonia, it is water and biogas. Okay, ഇത് രണ്ടുമാണ് എന്ത് അതിൻ്റെ ബൈ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. സോ ദ ആൻസർ ഈസ് നെയ്തർ 1 nor 2. ഇനി ഇത് ഇന്ത്യയിൽ ബയോ ടോയ്ലറ്റ്സ് അല്ലെങ്കിൽ എന്താണ് ഇന്ത്യൻ റെയിൽവേയിൽ ഈ ബയോ ടോയ്ലറ്റ്സ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് കൊണ്ടുവന്ന ഏതൊക്കെ ചേർന്നതാണ്? ഇന്ത്യൻ റെയിൽവേയും അതുപോലെ എന്താണ് DRDOയും കൂടെ ചേർന്നാണ് എന്ത് ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഓക്കെ, DRDO എന്താണ്? ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ. അപ്പോൾ DRDOയും അതുപോലെ എന്താണ് ഇന്ത്യൻ റെയിൽവേയും കൂടെ ചേർന്നിട്ടാണ് എന്ത് ബയോ ടോയ്ലറ്റ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഫസ്റ്റ് ആയിട്ട് ഇത് ഏത് ട്രെയിനിലാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തത്? ഗ്വാളിയർ വാരണാസി ബുന്ദേൽഖണ്ഡ് എക്സ്പ്രസ്. ഓക്കെ, ദാറ്റ് വാസ് ദ ഫസ്റ്റ് ബയോ ടോയ്ലറ്റ് ഫിറ്റഡ് ട്രെയിൻ ഇൻ ദ ഇന്ത്യ. ഓക്കെ, ആൻഡ് ദാറ്റ്സ് റണ്ണിങ് സിൻസ് January 2011. ഓക്കെ, 2011 ജാനുവരി മുതൽ എന്താണ് ഈ ട്രെയിൻ റണ്ണിങ് ആണ്. ഗോട്ട് ഇറ്റ്? സോ അതാണ് ബയോ ടോയ്ലറ്റ്സിനെ പറ്റി, ഇന്ത്യൻ റെയിൽവേസിലുള്ള ബയോ ടോയ്ലറ്റ്സിനെ പറ്റിയുള്ളത്. സോ ബൈ പ്രൊഡക്ട്സ് മാർക്കുന്നത് വാട്ടർ ആൻഡ് ബയോഗ്യാസ് ആണ്, ആൻഡ് ഇറ്റ്സ് എ ബാക്ടീരിയൽ ഇനോക്കുലം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 94. The problem of international liquidity is related to non-availability of first one goods and services, second one gold and silver, option C dollar and other hand currencies, option D exportable surplus. So international liquidity, okay, ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? പ്രോബ്ലം ഓഫ് ഇന്റർനാഷണൽ ലിക്വിഡിറ്റി ഈസ് റിലേറ്റഡ് ടു നോൺ അവൈലബിലിറ്റി ഓഫ്. ഈ ഉള്ളതിൽ ഏതിൻ്റെ അവൈലബിലിറ്റി ഇല്ലായ്മയാണ് ഇന്റർനാഷണൽ ലിക്വിഡിറ്റിയിൽ പ്രോബ്ലം ആയിട്ട് വരുന്നത്? ഫസ്റ്റ് ഒന്ന് നോക്കി, ഓപ്ഷൻ എ ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് ചോദിച്ചിരുന്നത്. അപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസ് ഇല്ലെങ്കിൽ എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസസ് മാത്രം ഇല്ലാത്തത് കാരണം അല്ലേ, അതിൻ്റെ അവൈലബിലിറ്റി ഇല്ലാത്തത് കാരണം ഒരിക്കലും എന്താണ് അത് ഇൻ്റർനാഷണൽ ലിക്വിഡിറ്റി ബാധിക്കാനായിട്ട് പോകുന്നില്ല. ഓക്കെ, ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ഒരു കറൻസിയുടെ അറ്റ്ലീസ്റ്റ് ഒരു ഇത് വേണം. ഓക്കെ, എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ്സ് വേണം. അപ്പോൾ എന്താണ് ഇവിടെ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്നാണ് അതിനെ ബാധിക്കത്തില്ല. സോ നെക്സ്റ്റ് വൺ എന്താണ്? ഗോൾഡ് ആൻഡ് സിൽവർ. നമ്മൾ നോക്കണം ഓപ്ഷനിൽ ഏറ്റവും കൂടുതൽ ലിക്വിഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അതായിരിക്കും എന്ത് മോസ്റ്റ്ലി ദ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഗോൾഡ് ആൻഡ് സിൽവർ. അപ്പോൾ അത് എന്താണ് അത്രയും ലിക്വിഡ് അല്ല. ഓക്കെ, നമുക്കറിയാം നമ്മൾ ലിക്വിഡിറ്റി ഇത് പറയുമ്പോൾ എന്താണ് ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ആയിട്ടുള്ള എന്താണ് കറൻസിയാണ്. ഓക്കെ, സോ ഓപ്ഷൻ സി ഏതാണ്? ഡോളർ ആൻഡ് അതർ ഹാൻഡ് കറൻസീസ്. ഓക്കെ, സോ അതായിരിക്കും എന്ത് ആൻസർ എന്ന് പറയുന്നത്. Okay, dollar and other hand currencies. The problem of international liquidity is related to non-availability of dollar and other hand currencies. So that is the answer. Okay, 94th answer option C ആണ്, dollar and other hand currencies ആയിരിക്കും. Okay, next 95. With reference to fuel cells in which hydrogen-rich fuel and oxygen are used to generate electricity, consider the following statement. Okay, so with reference to fuel cells in which hydrogen-rich fuel and oxygen are used to generate electricity. First statement എന്താണ്? If pure hydrogen is used as a fuel, the fuel cell emits heat and water as the byproducts. Second statement, fuel cells can be used for powering buildings and not for small devices like laptops or computers. Third statement, fuel cells produce electricity in the form of alternative currents. Okay, so first statement നോക്കി, if pure hydrogen is used as a fuel, the fuel cell emits heat and water as the byproducts. ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? നമ്മൾ ജസ്റ്റ് ഒരു കോമൺ സെൻസ് യൂസ് ചെയ്താൽ ശരിയാണെന്ന് മനസ്സിലാക്കാം. കാരണം പ്യൂർ ഹൈഡ്രജൻ യൂസ് ചെയ്താൽ എന്താണ് നമുക്ക് എപ്പോഴും ബൈ പ്രോഡക്ട്സ് എന്തായിരിക്കും? വാട്ടറും അതുപോലെ എന്തായിരിക്കും ഹീറ്റ്, അല്ലെങ്കിൽ എന്താണ് വേറെ എന്തെങ്കിലും ബൈ പ്രോഡക്ട്സ് ആയിരിക്കും കിട്ടുന്നത്. എന്തായാലും വാട്ടറും അതുപോലെ എന്താണ് ഹീറ്റും ആയിരിക്കും എന്ത് കോമൺ ആയിട്ടുള്ള ബൈ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? അത് നമുക്ക് ശരിയാണെന്ന് മനസ്സിലാക്കാം. ഇഫ് പ്യൂർ ഹൈഡ്രജൻ ഈസ് യൂസ്ഡ് ആസ് എ ഫ്യൂവൽ, ദെൻ വാട്ട് ആർ ദ ബൈ പ്രോഡക്ട്സ്? ഇറ്റ് മൈറ്റ് ബി ഹീറ്റ് ആൻഡ് വാട്ടർ. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, fuel cells can be used for powering buildings and not for small devices like laptop or computers. Okay, so അതെന്താണ് ഏകദേശം ഒരു എക്സ്ട്രീം ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം ഒരു സ്മോൾ ഡിവൈസിൽ എന്താണ് ഫ്യൂവൽ സെൽസ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്താണ്? കാരണം ഇത്രയും ടെക്നോളജി ഉള്ള ടൈമിൽ നമ്മൾ ജസ്റ്റ് ഇതിൽ ആലോചിച്ചാൽ ഇത്രയും ടെക്നോളജി ഉള്ള ടൈമിൽ ഒരു സ്മോൾ ഡിവൈസിൽ ഇതുപോലുള്ള ഫ്യൂവൽ സെൽസ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എന്താണ് അതൊരു റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് എന്താണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് റോങ് ആണെന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, അത് അപ്പോൾ തന്നെ എന്താണ് ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. കാരണം എന്താണ് നമുക്ക് സ്മോൾ ഡിവൈസസ് ലൈക്ക് ലാപ്ടോപ്സിലായാലും കമ്പ്യൂട്ടേഴ്സിലായാലും എന്താണ് ഈ ഫ്യൂവൽ സെൽസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് തെറ്റാണ്. ഇനി ഫ്യൂവൽ സെൽസ് പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി ഇൻ ദ ഫോം ഓഫ് ഓൾട്ടർനേറ്റീവ് കറണ്ട്, അല്ലെങ്കിൽ AC കറണ്ട് ആയിട്ടാണ് ഫ്യൂവൽ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പറയുന്നത്. പക്ഷേ അതെന്താണ് തെറ്റാണ്. ഇറ്റ്സ് നോട്ട് AC, ഇറ്റ്സ് DC. ഓക്കെ, ഫ്യൂവൽ സെൽസ് പ്രൊഡ്യൂസ് ഡയറക്റ്റ് കറണ്ട്. ഓക്കെ, DC ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന് നമ്മൾ എന്താണ് എന്തെങ്കിലും ഇൻവെർട്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും യൂസ് ചെയ്ത് ഇൻവെർട്ടർ പോലുള്ള എന്തെങ്കിലും യൂസ് ചെയ്ത് എന്താണ് DC ആയിട്ട് കൺവേർട്ട് ചെയ്ത് മാറ്റാനായിട്ട് സാധിക്കും. സോ തേർഡ് സ്റ്റേറ്റ്മെൻറ്റും റോങ് ആണ്. സോ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ A 1 ഓൺലി ആണ്. ഓക്കെ,
അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫ്യൂൽ സെൽസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ പവറിംഗ് ബിൽഡിംഗ്സ് ആൻഡ് നോട്ട് ഫോർ സ്മോൾ ഡിവൈസ് ലൈക്ക് ലാപ്ടോപ്സ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് എന്നാണ് പറയുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് സ്മോൾ ഡിവൈസസ് ലൈക്ക് ലാപ്ടോപ്സ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ്. Then third statement, fuel cells produce electricity in the form of alternating current എന്നാണ് സ്റ്റേറ്റ്മെന്റ്. ബട്ട് അത് റോങ് ആണ്. കാരണം ഫ്യൂൽ സെൽസ് പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി ഇൻ ദ ഫോം ഓഫ് DC അല്ലെങ്കിൽ ഡയറക്റ്റ് കറണ്ട്. ഓക്കെ, വി ക്യാൻ കൺവേർട്ട് ദ DC ഇൻറ്റു AC ബൈ ഇൻവെർട്ടർ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, സോ അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ A ആണ്, വൺ ഓൺലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 96. Kalamkari painting refers to option A hand painted cotton textile in South India. Option B, a handmade drawing on bamboo handicraft in the northeast India. Option C, a block painted woolen cloth in western Himalayan region. Option D, a hand painted decorative silk cloth in the northwestern India. So ഇതിൽ ഏതാണ് കലംകാരി പെയിന്റിംഗ് റെഫേഴ്സ് ചെയ്യുന്നത്? ഓക്കെ, കറണ്ട് അഫയേഴ്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും കൂടെയാണ്. ആൻസർ ഏതാണ്? എ ഹാൻഡ് പെയിന്റഡ് കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻ സൗത്ത് ഇന്ത്യ. ഓപ്ഷൻ A ആണ് എന്ത് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇത് മെയിനായിട്ട് നമ്മൾ കലംകാരിയുടെ വേറെ ഇമ്പോർട്ടൻസ് കൂടി ഉണ്ട്. എന്താണ്? നമ്മുടെ മോഹൻജദാരോ ആർക്കിയോളജിക്കൽ സൈറ്റിൽ നിന്ന് എന്താണ് മോഹൻജദാരോ ആർക്കിയോളജിക്കൽ സൈറ്റിൽ നിന്ന് എന്താണ് ഈ കലംകാരി പെയിൻറ്റിങ്സിൻ്റെ ഒരുപാട് റെഫറൻസ് കാര്യങ്ങളൊക്കെ എന്താണ് കണ്ടെടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് അതുകൊണ്ട് എന്താണ് ഈ പെയിൻറ്റിങ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി നമ്മളെന്താണ് മെയിനായിട്ട് കാണുന്നത് ആന്ധ്രാപ്രദേശ്, നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ആന്ധ്രാപ്രദേശിലൊക്കെയാണ് എന്ത് കലംകാരി പെയിൻറ്റിങ്സ് മെയിനായിട്ട് കാണപ്പെടുന്നത്. സോ അതുകൊണ്ട് എന്താണ് 96 ഓപ്ഷൻ A ആണ്, ഹാൻഡ് പെയിൻറ്റഡ് കോട്ടൺ ടെക്സ്റ്റൈൽസ് ഇൻ സൗത്ത് ഇന്ത്യ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 97. Which one of the following best describe the main objective of seed village concept? Okay, seed village conceptനെ ഏതാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ, encouraging the farmers to use their own farm seeds and discouraging them to buy the seeds from others. Option B, involving the farmers for training in quality seed production and thereby to make available quantity seeds to other at appropriate time and affordable cost. Option C, earmarking some village exclusively for the production of certified seeds. Option D, identifying the entrepreneurs in villages and providing them technologically and finance to set up seed companies. അപ്പോൾ ഏതാണ് സീഡ് വില്ലേജ് എന്നുള്ള കൺസെപ്റ്റ്? ഈ ഓപ്ഷൻ താഴെ പറയുന്ന ഓപ്ഷനിൽ ഏതാണ് സീഡ് വില്ലേജ് എന്നുള്ള കൺസെപ്റ്റ് പറയുന്നതാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഏതാണ്? ഓപ്ഷൻ B ആണ്, involving the farmers for training in quality seed production and thereby to make available quality seeds to other at appropriate time and affordable cost. അതാണ് സീഡ് വില്ലേജ് കോൺസെപ്റ്റിൽ പറയുന്നത്. ഓക്കെ, സോ അത് ജസ്റ്റ് നോക്കി വയ്ക്കുക. കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് സീഡ് വില്ലേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, there has been a persistent deficit budget year after year. Which of the following actions can be taken by the government to reduce the deficit? Okay, so deficit reduce ചെയ്യാനായിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്യാന്നാണ് ഇത് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, റെഡ്യൂസിങ് റവന്യൂ എക്സ്പെൻഡിച്ചർ. സെക്കൻഡ് വൺ, ഇൻട്രൊഡ്യൂസിങ് ന്യൂ വെൽഫെയർ സ്കീംസ്. തേർഡ് വൺ, റാഷണലൈസിങ് സബ്സിഡീസ്. ദെൻ ഫോർത്ത് വൺ, എക്സ്പാൻഡിങ് ഇൻഡസ്ട്രീസ്. അപ്പോൾ ഡെഫിസിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? നഷ്ടമാണ് ഓൾറെഡി. അപ്പോൾ ഈ നഷ്ടം കുറയ്ക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഗവൺമെൻറ് എന്ത് ചെയ്യാം? നഷ്ടം കുറയ്ക്കാനായിട്ട് ഗവൺമെൻറ് എന്തൊക്കെയാണ് ചെയ്യുന്നത്? അതാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നോക്കി, റെഡ്യൂസിങ് റവന്യൂ എക്സ്പെൻഡിച്ചർ. നമ്മൾ എക്സ്പെൻഡിച്ചർ കുറയ്ക്കുകയാണ്. അപ്പോൾ അത് എക്സ്പെൻഡിച്ചർ കുറച്ചാൽ നമുക്ക് നഷ്ടം കുറയുമോ? തീർച്ചയായിട്ടും. കാരണം എന്താണ്, നമ്മൾ ചിലവാക്കൽ കുറച്ചാൽ എന്താണ് നമ്മളെ കയ്യിൽ പൈസ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്താണ് നഷ്ടം കുറയും. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ശരിയാണ്, റെഡ്യൂസിങ് റവന്യൂ എക്സ്പെൻഡിച്ചർ ശരിയാണ്. സെക്കൻഡ് നോക്കി, ഇൻട്രൊഡ്യൂസിങ് ന്യൂ വെൽഫെയർ സ്കീംസ്. പുതിയ വെൽഫെയർ സ്കീംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഒരു വെൽഫെയർ സ്കീംസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഗവൺമെൻറ് ഒരു വെൽഫെയർ സ്കീംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയുള്ള പൈസയും കൂടെ ഗവൺമെൻറ് കൊടുക്കണം. ഓക്കെ, അതിൻ്റെ ഒരു ഇനിഷ്യലായിട്ടുള്ള നല്ലൊരു എമൗണ്ട് ഗവൺമെൻറ് അതിന് വേണ്ടി ഇട്ടാൽ മാത്രമേ നമുക്ക് ആ ഒരു സ്കീം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സ്കീം അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന നഷ്ടത്തിൽ നിന്ന് കുറച്ചും കൂടെ കൂടെ ഉള്ളൂ. ഓക്കെ, സോ അത് നമുക്ക് എന്താണ് ഡെഫിസിറ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ നമുക്ക് എന്താണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എലിമിനേറ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും ആദ്യമേ കട്ട് ചെയ്യാം. പിന്നെ നമുക്ക് എന്താണ് ഒന്നെന്തായാലും നമുക്ക് ശരിയാണെന്ന് അറിയാം. ദെൻ ഫോർത്ത് ഓൾറെഡി അപ്പോൾ കട്ടായി. ഓക്കെ, എക്സ്പാൻഡിങ് ഇൻഡസ്ട്രീസും എന്തായാലും അതിലില്ല. കാരണം ഇൻഡസ്ട്രീസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താണ് ഗവൺമെൻറ് അതിൽ ഇനീഷ്യലായിട്ടൊരു മൂവ് നടത്തണം. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് എന്തായിരിക്കും അത് ഡെഫിസിറ്റ് മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ, നഷ്ടം മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ. സോ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റും ഇല്ല.
നെക്സ്റ്റ് നോക്കിയേ, റാഷണലൈസിങ് സബ്സിഡീസ് നമ്മളിപ്പോൾ ഗവൺമെൻറ് എന്നാണ് വെറുതെ ഇങ്ങനെ സബ്സിഡീസ് കൊടുത്തുകൊണ്ടിരുന്നത് എന്ത് സംഭവിക്കും, സ്വാഭാവികമായിട്ടും കയ്യിലുള്ള പൈസയൊക്കെ കഴിയും. സോ ഡെഫിസിറ്റ് കൂടത്തേ ഉള്ളൂ. അപ്പോൾ അത് റാഷണലൈസ് ചെയ്യുമ്പോൾ എന്താണ്, സബ്സിഡീസ് റാഷണലൈസ് ചെയ്യുമ്പോൾ ആ ഒരു എമൗണ്ട്, കൊടുക്കുന്ന എമൗണ്ട് അതാണ് കുറയും. സോ അതെന്ത് ചെയ്യും, ഡെഫിസിറ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് കാരണമാവും. സോ ഓപ്ഷൻ 3യും റൈറ്റ് ആണ്. അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ ഓപ്ഷൻ A 1 and 3 only ആണ്. ഓക്കെ, കാരണം മറ്റ് രണ്ട് എന്താണ് ഇല്ലാത്തത് നമ്മൾ പറഞ്ഞു. വെൽഫെയർ സ്കീംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഗവൺമെൻറ് അതിലോട്ട് ഫണ്ട് കൊടുക്കണം. അതുപോലെ ഇൻഡസ്ട്രീസ് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ അതിലും എന്താണ്, ഗവൺമെൻറ് ഇനിഷ്യലായിട്ടൊരു പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഇനിഷ്യലായിട്ട് കുറച്ച് ഫണ്ട് കൊടുക്കണം. സോ അതെന്താണ്, ഗവൺമെൻറ് ഡെഫിസിറ്റ് ഇൻക്രീസ് ആവത്തേ ഉള്ളൂ, റെഡ്യൂസ് ആവത്തില്ല. സോ ആൻസർ 98 ഓപ്ഷൻ A 1 and 3 only ആയിരിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 99. Which of the following has or have been accorded geographical indication status? Okay, GI ടാഗിനെ പറ്റിയാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് നോക്കി, ബനാറസ് ബ്രോക്കേഡ്സ് ആൻഡ് സാരീസ്, രാജസ്ഥാനി ദാൽ ബട്ടി ചുർമ, ദെൻ തിരുപ്പതി ലഡു. സോ ഇതിൽ ഏതൊക്കെയാണ് GI ടാഗ് ഉള്ളത്, അല്ലെങ്കിൽ ഏതിനൊക്കെയാണ് എന്ത് GI ടാഗ് കിട്ടിയിട്ടുള്ളത്? ഓപ്ഷൻ A 1 only, ഓപ്ഷൻ B 2 and 3 only, ഓപ്ഷൻ C 1 and 3 only, ഓപ്ഷൻ D 1, 2 and 3. അപ്പോൾ ഇതിൽ ഏതിനൊക്കെയാണ് GI ടാഗ് കിട്ടിയിട്ടുള്ളത്? ഓക്കെ, ഓപ്ഷൻ എ ബനാറസ് ബ്രോക്കേഡ് ആൻഡ് സാരീസ്, അതുപോലെ ഓപ്ഷൻ 3 മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തിരുപ്പതി ലഡു. ഇത് രണ്ടിനും എന്താണ് GI ടാഗ് കിട്ടിയിട്ടുണ്ട്. ബട്ട് രാജസ്ഥാനി ദാൽ ബത്തി ചോർമയ്ക്ക് എന്താണ് GI ടാഗ് കിട്ടിയില്ല. സോ ഏതായിരിക്കും ആൻസർ? 1 and 3, ഓപ്ഷൻ C 1 and 3 only ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇന്ത്യ, നമ്മുടെ GI ടാഗിൻ്റെ കാര്യം പറയുമ്പോൾ എന്താണ്, WTO അല്ലെങ്കിൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഇനാക്ട് ചെയ്ത ഒരിതാണ്, അല്ലെങ്കിൽ എന്താണ്, ഇന്ത്യ WTO മെമ്പറാണ്. അങ്ങനെ ഇനാക്ട് ചെയ്ത ഒരു പ്രോത്സാഹനം എന്ത്, അല്ലെങ്കിൽ അങ്ങനെ ഇനാക്ട് ചെയ്ത ഒരു പദ്ധതിയാണ് എന്ത്, ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ GI എന്ന് പറയുന്നത്. അപ്പം ഏത് വഴിയാണ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ഓഫ് ഗുഡ്സ്, അതായത് രജിസ്ട്രേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട്. ഓക്കെ, രജിസ്ട്രേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് 1999. ഓക്കെ, സോ ഇതുവഴിയാണ് എന്ത് ഈ GI എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. സോ ഫസ്റ്റ് ഇന്ത്യ ഇതിൽ മെമ്പർ ആവുന്നത്, അല്ലെങ്കിൽ എന്താണ്, ഇന്ത്യയിൽ നിന്ന് ഫസ്റ്റ് ആവുന്ന ഏതാണ്, ഡാർജിലിംഗ് ടീ ആണ്. ഡാർജിലിംഗ് ടീ. ഓക്കെ, ഡാർജിലിംഗ് ടീ ആണെന്ത് ഇന്ത്യയിലെ ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് GI ടാഗ് കിട്ടുന്നത്. ഏത് വർഷമാണ്? 2004 എന്ത് ഇന്ത്യയിൽ നിന്ന് ഫസ്റ്റ് ആയിട്ട് ഒരു പ്രൊഡക്റ്റിന് GI ടാഗ് കിട്ടുന്നത്. ഓക്കെ, അത് 2004 ഡാർജിലിംഗ് ടീക്കാണ്. അതുപോലെ നമ്മുടെ ബനാറസ് സാരീസ്, അതുപോലെ ബ്രോക്കേഡ്സ്, ഇതിന് 2009 എന്ത് GI ടാഗ് ഇൻഡിക്കേഷൻ കിട്ടുന്നത്. ദെൻ തിരുപ്പതി ലഡുവിന് ഏത് വർഷമാണ്? 2014 GI ടാഗ് കിട്ടുന്നത്. ഓക്കെ, ബട്ട് രാജസ്ഥാനി ദാൽ ബത്തി ചുർമയ്ക്ക് ഇതുവരെയായിട്ടും GI ടാഗ് കിട്ടിയില്ല. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ C 1 and 3 only ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതെന്താണ് GI ടാഗ്, അല്ലെങ്കിൽ എന്താണ്, ആരുമായിട്ട് ഏത് ഓർഗനൈസേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് GI ടാഗ്, ഫസ്റ്റ് ഇന്ത്യയിൽ ഏത് പ്രൊഡക്റ്റാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം എന്താണ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. ഓക്കെ, അതായത് നമ്മളെന്താണ് ജിയോഗ്രഫിക്കൽ ഒറിജിനിൻ്റെ, അതുപോലെ എന്താണ് അതിൻ്റെ ക്വാളിറ്റി. ഓക്കെ, ആ ഒരു ഒറിജിൻ കാരണമുള്ള, അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് കാരണമുള്ള ക്വാളിറ്റി കാര്യങ്ങളാണ് എന്ത് ഈ GIയിൽ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് 99ാമത്തെ ക്വസ്റ്റ്യൻ. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിത്ത് റെഫറൻസ് ടു ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെൻറ്റ് ഏജൻസി ലിമിറ്റഡ്, അതായത് IREDA, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ്? സ്റ്റേറ്റ്മെൻറ്റ് 1, ഇറ്റ് ഈസ് എ പബ്ലിക് ലിമിറ്റഡ് ഗവൺമെൻറ് കമ്പനി. ഓപ്ഷൻ 2, Statement 2, it is a non-banking financial company. Select the correct answer using the code given below. Option A 1 only, option B 2 only, option C both 1 and 2, option D neither 1 nor 2. അപ്പോൾ ഇതിൽ ഏത് ഓപ്ഷനാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, വിത്ത് റെഫറൻസ് ടു ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെൻറ്റ് ഏജൻസി ലിമിറ്റഡ്, IREDA. അപ്പോൾ അത് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി, അല്ലെങ്കിൽ പബ്ലിക് ലിമിറ്റഡ് ഗവൺമെൻറ് കമ്പനി എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. കാരണം എന്താണ്, IREDA പബ്ലിക് ലിമിറ്റഡ് ഗവൺമെൻറ് കമ്പനിയാണ്. ഏതിന് കീഴിൽ? മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി, ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി. ഓക്കെ, മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജിക്ക് കീഴിലുള്ള ഒരു പബ്ലിക് ലിമിറ്റഡ് ഗവൺമെൻറ് കമ്പനിയാണ് ഏത് IREDA എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ശരിയാണ്. ഓക്കെ, സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് എ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി. അതും ശരിയാണ്. കാരണം എന്താണ്, ഇറ്റ് ഓൾസോ രജിസ്റ്റേർഡ് വിത്ത് ദ RBI ആസ് എ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി. ഓക്കെ, രജിസ്റ്റേർഡ് വിത്ത് RBI ആസ് എ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി. സോ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ശരിയാണ്. ഓപ്ഷൻ C ബോത്ത് 1 and 2 ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ ഇറ്റ്സ് എ പബ്ലിക് ലിമിറ്റഡ് ഗവൺമെൻറ് കമ്പനി അണ്ടർ മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇറ്റ്സ് രജിസ്റ്റേർഡ് വിത്ത് RBI ആസ് എ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി. സോ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. ഓക്കെ, എന്താണ് ഇതിൻ്റെ എയിം എന്ന് പറയുന്നത്? സോ ഇറ്റ് പ്രൊവൈഡ്സ് ഡെവലപ്സ് ആൻഡ് എക്സ്റ്റെൻസ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫോർ റിന്യൂവബിൾ എനർജി ആൻഡ് എനർജി എഫിഷ്യൻസി ഓർ കൺസർവേഷൻ പ്രോജക്ട്സ്. അതായത് നമ്മളെന്താണ് റിന്യൂവബിൾ എനർജിക്കും അതുപോലെ എന്താണ് എനർജി കൺസർവേഷൻ പ്രോജക്ട്സിനൊക്കെ ഉള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് അത് കൊടുക്കുക എന്നതാണ് എന്ത് ഈ IREDA ഫങ്ഷൻസ് എന്ന് പറയുന്നത്, അതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് 100 ക്വസ്റ്റ്യൻ. ആൻസർ ഏതായിരിക്കും? ബോത്ത് 1 and 2 ആണ്. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി 2015 ഏകദേശം 100 ക്വസ്റ്റ്യൻസ്, ഓക്കെ 2015 100 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എന്തെങ്കിലും ഡൗട്ട്സ്, ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.